Praise you, Jesus. Vinu Joseph, hi brother, praise God. Sergeant Medical. Maybe Thomas, Sangeeta Suresh. Thank you so much for joining. Sujit, Vishwanath, thank you. ഞാൻ ഇന്ന് മുതൽ ഞാൻ ഫേസ്ബുക്കിലൊരു ആഡ് നൽകിയതുപോലെ ഒരു പ്രത്യേക നിയോഗം അനുസരിച്ച് ഒരു മിസ്റ്റിക്കൽ യാത്രയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് കർത്താവിൽ ആശിക്കുന്നത്. അതായത് ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു മിസ്റ്റിക്കൽ റിയാലിറ്റി നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും കൂടെയാണ് കർത്താവിൽ ആശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും പ്രെയർ ചെയ്യുമ്പോഴും സത്യത്തിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ പതിവായിട്ട് വന്നുകൊണ്ടിരുന്നൊരു പദമാണ് റിഫൈൻമെൻറ്റ് എന്നൊരു പദം. ഞാൻ ആ പദമൊന്നും കൂടുതൽ ഉപയോഗിക്കുന്ന പദമൊന്നുമല്ല, കാരണം അതൊരു കോമൺ യൂസേജിൽ നമ്മൾ കൊണ്ടുവരുന്ന പദമല്ല. റിഫൈൻമെൻറ്റ് എന്ന ഒരു പദം എൻ്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് നൽകിയിട്ട് ഞാനത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സംശുദ്ധീകരണമെന്ന അല്ലെങ്കിൽ ശുദ്ധിയാക്കി എടുക്കുക എന്നുള്ള അർത്ഥം. ദൈവരാജ്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മളിത് ദൈവവചനം പറയുകയും ഒരു ആധികാരികമായ ഫൗണ്ടേഷൻ ഇടുകയും ചെയ്യുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നൊരു 40 ദിവസം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് മിസ്റ്റിക്കൽ ജേണിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഞാനിത് ഈ ഒരു ഇട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയർ ഇട്ടപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഓൾറെഡി ആളുകൾ ഈ കാര്യത്തിന് വേണ്ടി ജോയിൻ ആയി എന്നതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ടൂറല്ല, ഒരു സ്പിരിച്വൽ യാത്രയാണ്. അപ്പോൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിലും ഒക്കെ പകലുമായിട്ട് പലരും വിളിച്ച് ഈ ഒരു പ്രധാന കാര്യത്തിനകത്തൊരു മോട്ടിവേഷനായി അവർ ജോയിൻ ആയി തുടങ്ങി. ഓൾറെഡി ഇപ്പം യാത്ര തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന്, സൗത്ത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ ഇന്ന് ഇതിനകത്ത് ജോയിനാണ്. ഞാനിത് വെറുതെ, കാനഡയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലൈക്ക് ഞാൻ കാണുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടതല്ല. കർത്താവിനോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് ലഭ്യമായ ഒരു ബോധ്യം, ഓരോ മനുഷ്യരുടെയും അകത്ത്, എല്ലാ മനുഷ്യരുടെയും അകത്ത് ദൈവം നിക്ഷേപിച്ചതായ ഒരു നിധിയുണ്ട്, പ്രഷ്യസ് ആയിട്ടുള്ളതൊന്നുണ്ട്. നമ്മുടെ ആളുകൾ സാധാരണ പറയാറുണ്ട്, എന്നെ ദൈവം തിരഞ്ഞെടുക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയും എനിക്കില്ല, ഒരു യോഗ്യതയില്ലാത്ത എന്നെ തിരഞ്ഞെടുത്തു. അത് 100% നമ്മളെ മതങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന ധാരണ 100% തെറ്റാണ്. ഒരു മനുഷ്യൻ്റെ വില പുത്രൻ്റെ മരണത്തോളം വിലയേറിയതാണ്. ഒരു മനുഷ്യൻ്റെ വില പുത്രൻ്റെ മരണത്തോളം വിലയേറിയതാണ്. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തൻ്റെ സ്വന്തം പുത്രനായ, അതായത് പരിശുദ്ധ തൃത്വത്തിലെ പുത്രൻ തമ്പുരാനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിലയിൽ ഒരു മനുഷ്യൻ വിലപ്പെട്ടവനാണ്. എല്ലാ മനുഷ്യരുടെ അകത്തും
ദൈവം ഒരു പൊട്ടൻഷ്യൽ, ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ ഉപയോഗിക്കാത്ത കഴിവെന്നാണ്. നമുക്ക് വന്ന സക്സസ്സോ നമുക്ക് വന്ന ജയമോ നമ്മൾ നേടിയെടുത്ത അക്കംപ്ലിഷ്മെൻ്റ് ഒന്നുമല്ല പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതുവരെ വെളിപ്പെടാത്തതും കണ്ടിട്ടില്ലാത്തതുമായ റിവീൽഡ് ആകാത്ത ദൈവികമായ എബിലിറ്റിയുടെ പേരാണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, എൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം, ദൈവം ഒരു റിഫൈൻ ചെയ്ത ഒരു സമൂഹത്തെ, ഒരു വാല്യൂബിളായിട്ടുള്ളൊരു സമൂഹത്തെ വളരെ വേഗം, വളരെ ശീഘ്രത്തിൽ ലോകത്തിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ദൈവം തൻ്റെ ഉലയിൽ ശുദ്ധമാക്കിയെടുത്ത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാല്യുബിൾ എന്നർത്ഥം. അപ്പം ശുദ്ധീകരണം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് വിലയുള്ളതായി മാറുക എന്നാണ്. മതങ്ങളും സമൂഹവും പഠിപ്പിക്കുന്ന ഒരു ശുദ്ധീകരണമുണ്ട്, അതല്ല. നമ്മൾ ശുദ്ധീകരണം എന്നത് അർത്ഥമാക്കുന്നത് വിലയുള്ളതായിട്ട് മാറുക എന്നാണ്. ഒരു മണ്ണിൽ നിന്ന് ചെളിയായിരിക്കും നമ്മൾ കുഴിച്ചെടുക്കുന്നത്. ഒരു ഗോൾഡ് കനിയിലൊക്കെ ഞാൻ KGF പോയപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ മല പോലെ ചെളിയാണ് ഭൂമിക്കടിയിൽ നിന്ന് അവർ കൊണ്ടുവരുന്നത്. ആ ചെളിയിൽ നിന്ന് ചെളി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഗോൾഡിനെ പുറത്തെടുക്കുകയാണ്. അതിൻ്റെ പേരാണ് ശുദ്ധീകരണം. ശുദ്ധീകരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പ്രൊഡക്റ്റ്, വാല്യുബിൾ പ്രൊഡക്റ്റിനെ പുറത്തു കൊണ്ടുവരിക എന്നാണ്. ഒരു ദൈവപൈതൽ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ വിലയുള്ളവനായിട്ട് മാറുക എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് 40 ദിവസത്തെ, ഒരു 40 ഡേയ്സോളം റിഫൈൻമെൻറ്റിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്നു. അപ്പം ഇത് നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യമായിരുന്നെങ്കിൽ അങ്ങനൊരു ക്രമീകരണം ചെയ്യാമായിരുന്നു. പക്ഷേ പറ്റുന്നില്ല. പക്ഷേ ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ എനിക്ക് ലോക്കാലിറ്റിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് ഇൻ്റർനാഷണലി നമുക്കത് ഇന്ന് ഇത് അവൈലബിൾ ആക്കാൻ, അല്ലെങ്കിൽ ഇത് പറയാനുള്ള കാരണം, ഗോഡ് ഈസ് സീക്കിങ് എ പേഴ്സൺസ് വിത്ത് വാല്യൂസ് ഉള്ള ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പ്രൊപ്പഗേഷന് ദൈവത്തിനൊരു സാധാരണ ആളിനെ അല്ല വേണ്ടത്. കർത്താവിന് ആവശ്യം ഒരു വാല്യുബിൾ പ്രൊഡക്റ്റിനെയാണ് ആവശ്യം. നമ്മുടെ വാല്യൂസ് വെളിയിൽ വരുന്നത് നമ്മൾ റിഫൈൻമെൻറ്റിലൂടെ പോകുമ്പോഴാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ കൺവിക്ഷൻസിന് റിയൽ ആകുന്നത് നമ്മൾ ശുദ്ധീകരണത്തിലൂടെ പോകുമ്പോൾ. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദാറ്റ്സ് നോട്ട് എ റിലീജിയസ് ടേം, ദാറ്റ് ഈസ് ടോട്ടലി എ ടെക്നിക്കൽ ടേം. ഒരു ടെക്നിക്കൽ ടേമാണ്. ആക്ച്വലി റിഫൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഓയിലിനെ പല വിധത്തിലുള്ള വിഭാഗങ്ങളായിട്ട് ശുദ്ധീകരിച്ചെടുക്കുക എന്ന് വേർതിരിച്ചെടുക്കുക. സോ ഒരു 40 ദിവസത്തെ യാത്രയിലാണ് നമ്മൾ പോകുന്നത്. ഈ 40 ദിവസങ്ങൾ, ഇത് ഞാൻ പറയുമ്പോൾ മതപരമായിട്ടാണെന്നും ചിന്തിക്കരുത്. സന്തോഷമാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഗിവ് അപ്പ് ചെയ്തിട്ട് പോകാൻ, നോ പ്രോബ്ലം. കാരണം ഇത് എല്ലാവരോടും സംസാരിക്കാനുള്ള കാര്യമല്ല. കേൾക്കുന്നവർ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വലിയ റെസ്പോൺസ് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നു. 5 മണിക്കൂറോളം അന്യഭാഷ സംസാരിക്കാൻ കഴിയാത്തവർക്ക് അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 5 hours സാധാരണ സംഭവമല്ല, ഞാൻ പറഞ്ഞില്ല അരമണിക്കൂർ പ്രാർത്ഥിക്കുന്ന കഥയല്ല. 5 മണിക്കൂറോളം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം 30 ചാപ്റ്റർ ബൈബിൾ വായിക്കുക. അപ്പോൾ ഈ 40 ദിവസം കൊണ്ട് നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും തിരുവെഴുത്തുകളിലൂടെ ഒരു പ്രാവശ്യം കടന്നു പോകും. അത് ജസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ തിരുവെഴുത്തുകൾക്കകത്തൂടെയാണ് യാത്ര ചെയ്യുക. 40 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലെ ബൈബിൾ വായിച്ചു തീരുകയും അതിനകത്തെ ദൈവവചന സത്യങ്ങൾ മൊത്തം നമ്മുടെ അകത്ത് വരത്തില്ലെങ്കിലും നമ്മുടെ അകത്തൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തു പോവുകയും ചെയ്യും. സോ നിശ്ചയമായിട്ടും എനിക്കറിയാം ഒരു 200 മണിക്കൂറോളം നമുക്ക് ടങ്സ് പറയാനും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള സാവകാശമാണ്. ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇത് ടോട്ടലി നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനറി ടൈമാണ്. നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾക്കും അതിന് സമയം കണ്ടെത്താൻ പറ്റും. ജോലി ചെയ്യുന്നവർക്കും മോർണിംഗ്, ഞാൻ എൻ്റെ യാത്ര രാവിലെ ആരംഭിക്കുന്നത് 3 മണിക്കാണ്. രാവിലെ 3 മണി മുതലുള്ള ആദ്യത്തെ 5 മണിക്കൂറാണ് പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിച്ചത്. അതിനുശേഷം ബൈബിൾ ധ്യാനത്തിനായിട്ടും മെഡിറ്റേഷനായിട്ടും വേർഷിപ്പിനായിട്ടും ഒക്കെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പകലത്തെ സമയങ്ങൾ ചെയ്യുന്നെങ്കിലും ഈ കാര്യങ്ങൾ തുടർമാനമായിട്ട് പോകുന്നുണ്ട്. ഞാൻ 100% വിശ്വസിക്കുന്നു
ഒരു 40 ഡേയ്സ് നമ്മളിങ്ങനെ പോയാൽ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഫിന്നിച്ചാൻ, നമ്മുടെ ഫിന്നി സ്റ്റീഫൻ, ഞങ്ങൾ ഒരുമിച്ച് ഒമാനിലായിരുന്ന സമയത്ത് താൻ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അന്ന് വലിയ ഉപവാസ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇപ്പോഴും താൻ അങ്ങനെ ഒരു ഉപവാസ മനുഷ്യനാണ്, പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു 40 ദിവസം ഒരേ കാര്യങ്ങൾ ക്രമീകൃതമായി ഡിസിപ്ലിനറി ചെയ്യാൻ പോയാൽ 21 ദിവസം കഴിയുമ്പോഴേക്കും അതവൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. അതായത് 21 ദിവസം നമ്മളൊരു 2 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അത് മാറുകയാണ്. അപ്പം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിൻ്റെ സ്റ്റൈലായിട്ട് മാറുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, 40 ദിവസം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ദേഹി ആത്മാവിന് പരിപൂർണമായിട്ട് റിഫ്രഷിങ് ഉണ്ടായിരിക്കും. അതായത് ദൈവം അവനെ ഒരു പുതിയ ആളാക്കി മാറ്റിയിരിക്കും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ. അതുകൊണ്ടായിരിക്കും നമ്മൾ ബൈബിളിൽ ദൈവഭക്തന്മാരും അപ്പോൾ പ്രവാചകന്മാരും ഇവൻ യേശു കർത്താവ് പോലും പുതുക്കപ്പെടാൻ പോയതല്ലെങ്കിലും യേശു ക്രിസ്തു പോലും 40 ദിവസങ്ങളോളം ദൈവം മുമ്പിൽ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാൻ പറ്റും. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇച്ചിരി കഠിനമായ കാര്യമാണ്. അത് ക്രമമായിട്ട് ചെയ്യാൻ നമുക്കൊരു പഥ്യം ചെയ്യുന്നവർ, ഇപ്പോൾ ക്വാറൻറ്റൈൻ, നമ്മൾ ലോക്ക്ഡൗൺ ആയിരുന്നു, നമ്മളെല്ലാവരും വീട്ടിലായിരുന്നു, നമ്മളത് നന്നായിട്ട് ചെയ്തു. നമുക്കിപ്പോൾ ഒരു ഡോക്ടർ പറയുക ഇത്ര ദിവസം നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറയാൻ നമ്മൾ നിശ്ചയമായിട്ടും ചെയ്യും. പക്ഷേ ഇതൊരു വലിയ നിയോഗമായിട്ട് എടുത്തുകൊണ്ട് ഇത് പുറപ്പെടുന്നെങ്കിൽ ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്ന്, ഞാൻ വെറുതെ പറയുകയല്ല, ദൈവത്തിന് സംശുദ്ധീകരണം വന്ന, റിഫൈൻമെൻറ്റ് വന്ന പവർഫുൾ സിറ്റിസൺസ്, പവർഫുൾ മാൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൃപയാൽ ലോകമെമ്പാടും എഴുന്നേറ്റ് വരും. അത് ഒരു ലൈഫ് സ്റ്റൈൽ ആക്കുന്ന ഒരു വലിയ മിസ്റ്റിക്കൽ സമൂഹം തന്നെ ഇതിലുണ്ടായി വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളിത് എടുക്കുക. ഞങ്ങളിത് ഓൾറെഡി ആരംഭിച്ചു, പലരും ആരംഭിച്ചു കഴിഞ്ഞു. യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. നിങ്ങൾക്ക് ബൈബിൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കയ്യിൽ ഓരോ ദിവസം, എനിക്ക് 40 ദിവസങ്ങളോളം ഈ കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് ആഗ്രഹമുണ്ട്. 40 ദിവസവും 40 ഡേയ്സ് മെസ്സേജായിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. 40 ഡേയ്സ് ആയിട്ടുള്ള ഓരോ ദിവസത്തിലും നമ്മളെങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ആ ഭാഗവും ദിവസവും കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന നമുക്ക് ഒരുപാട്, ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദൈവനിഷേധം വരെ വന്നു കഴിഞ്ഞൊരു കാലഘട്ടം. അപ്പോൾ ദൈവമില്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം പോകുമെന്നൊരു ചിന്തയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. 2, ദൈവപ്രവൃത്തികളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പരിഹസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ ആത്മലോകത്തിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഒത്തിരിയും ആളുകൾ ഏത് കാര്യത്തിനും കുറ്റം പറയുന്നവരാണ്. അപ്പം പ്രവചനത്തെ കണ്ടാൽ അതിനെ കുറ്റം പറയും, രോഗശാന്തിയെ കണ്ടാൽ അതിനെ കുറ്റം പറയും. ദൈവം എന്ത് വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്താലും ഉടനെ അതിനെ ആക്ഷേപിക്കുന്ന ഒരു വലിയ കൂട്ടം ക്രൈസ്തവ ലോകത്തിലേക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനിത്വം ഇല്ലാതാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനിത്വം ഇല്ലാതെയാകാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഈ ദൈവപ്രവൃത്തികളെ. ഇപ്പം നമ്മൾ മുളയിലേ വരുന്നതിനെ തന്നെ നുള്ളിക്കളയുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫൗണ്ടേഷൻ മുതൽ നമ്മൾ പഠിച്ചാൽ ഏർലി സ്റ്റേജ്, മിഡിൽ ഏജ്, അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ, പിന്നെ നമ്മൾ ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ കാലഘട്ടങ്ങൾ, മോഡേൺ ജനറേഷനിൽ വന്ന ഒരുപാട് കാലഘട്ടങ്ങൾ നമ്മൾ തിരിച്ചു പഠിച്ചാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കും ഒരു യുക്തി കൊണ്ട് മനസ്സിലാകാത്ത ദൈവികമായ മിസ്റ്റിക്കൽ റിയാലിറ്റി ആയിരുന്നു ക്രൈസ്തവ സഭയുടെ ഫൗണ്ടേഷൻസ്. ആദിമകാലത്തെ സഭാപിതാക്കന്മാർ, ഡെസേർട്ട് ഫാദേഴ്സ്, ഞാൻ അവരുടെ ലൈഫ് കുറേ നാളുകളായിട്ട് വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ ലൈഫ്, അവരുടെ സാക്രിഫീഷ്യൽ ലൈഫ്, അവരുടെ ലക്ഷ്യം, അവരുടെ ദൈവത്തോടുള്ള യാത്രകൾ, ഇതൊക്കെ അത്ഭുതാവകമാണ്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വച്ചേക്കുന്ന കുറച്ച് അജണ്ടകളും നമ്മുടെ കുറച്ച് പ്രമാണങ്ങളും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളൊന്നും മാത്രമല്ല. അതൊക്കെ സത്യത്തിൽ പുറലോകത്ത് നമുക്ക് കാണിക്കാനുള്ളത്. ഇപ്പം 325 നിക്കാ വിശ്വാസ പ്രമാണം. കാരണം സഭയുടെ ആദ്യ 4 നൂറ്റാണ്ടുകൾ സഭയുടെ ആദ്യത്തെ വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്
ഹെറസികളെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്നായിരുന്നു. ദുരുപദേശങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കുക. സഭയെ മലിനമാക്കുന്നതിനെ പുറത്താക്കുന്ന കഠിനമായ ജോലിയിലായിരുന്നു ആദിമകാലത്തെ സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരും എല്ലാം. ദൈവകൃപയാൽ അങ്ങനെ സംശുദ്ധമായ നിലയിൽ അഴുക്കില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു പുറലോകത്തിന് കാട്ടാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ സഭയ്ക്ക് കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടു നിർത്താനായിട്ട് പറ്റി. അതിനെക്കുറിച്ച് ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഇന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ വിടുക. ഞാൻ ഒരു കാര്യം പറയാൻ ആശിക്കുന്നത്, ഇന്ന് നമുക്കറിയാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്. ഇത് ഞാൻ പറയുന്നത് ചിലത് ഓപ്പണായിട്ടങ്ങ് സംസാരിക്കാൻ പോകും. നമ്മളെല്ലാവരും പറയും യേശു രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, യേശു മുടന്തനെ നടത്തി, യേശു കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, യേശു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി, യേശു രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ടു, യേശു ലാസറിനെ ഉയർപ്പിച്ചു, യേശു രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കി, യേശു ശതാധിപൻ്റെ വേലക്കാരനെ സൗഖ്യമാക്കി. നമ്മളിതിങ്ങനെ ലോകത്തോട് പ്രസംഗിക്കാറുണ്ട്. ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. ഈ ഒരു പ്രസംഗം കൊണ്ട് നമ്മുടെ കേൾവിക്കാർക്ക് എന്താണ് ഗുണം? എന്ത് ഗുണമുണ്ട്? യേശു 2000 വർഷത്തിന് മുമ്പ് ഒരു കുരുടൻ്റെ കണ്ണ് തുറന്നു എന്ന് 21-ാം നൂറ്റാണ്ടിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. എന്ത് പ്രയോജനം? നമ്മൾ ആലോചിക്കണം. ഇത് എന്താണ് അതിൻ്റെ പ്രയോജനം? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. ഇതൊക്കെ വലിയ മിസ്റ്റിക്കലാണ്. വലിയ മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ടൈമിനെയും സ്പേസിനെയും ഒക്കെ തിരിച്ച് ബാക്കിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്ന നിലയിലുള്ള മെഗാ മിറക്കിളാണ് യേശു ചെയ്തത്. നമ്മൾ യേശു ചെയ്ത മിറക്കിളിനെ എടുത്തു വെച്ചുകൊണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചിന്തയിലാണ് ഇന്നത്തെ ക്രിസ്ത്യാനിത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു യാത്ര നമ്മൾ തുടങ്ങുമ്പോൾ ചില ആളുകളുടെ ഉള്ളിൽ ഒരു തീജ്വാല കൊണ്ടുവരണം. തീജ്വാല ഇട്ടേ പറ്റത്തുള്ളൂ, തീജ്വാല വന്നേ പറ്റത്തുള്ളൂ. നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ പഠിച്ചവരാണ്. ഒരുപാട് തിയോളജിക്കൽ വേരിയേഷൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് ഡയലോഗ്സ് നമ്മുടെ ഇടയിൽ നടക്കുന്നു. ഡിബേറ്റ് ഇപ്പം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ തന്നെ ഭയങ്കര ഡിബേറ്റാണ്. ഇവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിവായിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ അത്ഭുതം പോലും നമ്മൾ പ്രസംഗിക്കുക. യേശുപ്പം കൂനിയായ സ്ത്രീയെ തൊട്ട കഥ നമ്മൾ പ്രസംഗിക്കുന്നു. ഈ കഥ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ പ്രസംഗിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? അതാണ് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നെടുത്ത് പ്രസംഗിക്കുന്നവരാണ്. യേശു കുരുടൻ്റെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ യോഗത്തിനോ നമ്മുടെ കൂട്ടത്തിലോ വരുന്ന ഒരു കുരുടൻ്റെ കണ്ണ് തുറക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആ അത്ഭുതം ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യേശു രോഗിയെ സൗഖ്യമാക്കി, യേശു ഭൂതങ്ങളെ പുറത്താക്കി നമ്മൾ പറഞ്ഞ് യേശു ചെയ്ത കാര്യം പറഞ്ഞതുകൊണ്ട് ഈ തലമുറയ്ക്ക് ഒരു പ്രയോജനവുമില്ല. കാരണം ചില പറയാം അത് വിശ്വാസം വരും. വിശ്വാസം അത്ഭുതങ്ങൾ കൊണ്ടല്ല വരുന്നത്. നിങ്ങളിത് ശ്രദ്ധിക്കണം. വിശ്വാസം അത്ഭുതങ്ങൾ കൊണ്ടല്ല വരുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചു, കുറവിൽ അത്ഭുതങ്ങൾ നടന്നാൽ വിശ്വാസം വരുന്നു. അല്ല, വിശ്വാസം അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നു എന്നല്ല വാക്യം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് വാക്യം. അപ്പം എത്ര വലിയ അത്ഭുതങ്ങൾ നടന്നാലും വിശ്വാസം വരണം എന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 600,000 വരുന്ന സൈന്യവും അതിനോടൊപ്പമുള്ള കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന 4 മില്യൺ ജനം, അതിനകത്തെ 3 മില്യൺ, അതായത് 39,99,998 എണ്ണം മരുഭൂമിയിൽ അവസാനിച്ചു പോയി. എന്തുകൊണ്ട്? അവിശ്വാസം കൊണ്ട് നശിച്ചുപോയി. നിങ്ങൾക്കറിയാമോ, അവർ കണ്ടതിൻ്റെ അത്രയും അത്ഭുതങ്ങൾ നമ്മുടെ ഈ തലമുറയിൽ ആരും കണ്ടിട്ടില്ല. നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അവർ കണ്ട അത്ഭുതത്തിൻ്റെ ഒരംശം പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വാസ്തവത്തിൽ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ദാരിദ്ര്യ കുടുംബം പോലെയാണ്. നമുക്കറിയാം, ചില വീടുകളിൽ ദാരിദ്ര്യമുള്ള വീട്ടിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അല്പം അരി കൊണ്ട് ഉള്ള കഞ്ഞി, ചെറിയ കാര്യങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നവരെ നമ്മൾ കാണുന്നു. സോ ഇന്ന് ക്രിസ്ത്യാനിത്വം ദാരിദ്ര്യമാണ്. ഇന്ന് ക്രിസ്ത്യാനിത്വം സൊമാലിയയിലെ ജനത്തിൻ്റെ അവസ്ഥയിലാണ്. വളരെ ദാരിദ്ര്യത്തിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പുറമൂച്ചി ഉണ്ടെങ്കിലും ദാരിദ്ര്യമാണ്. നമുക്കൊന്ന്, ലോകത്തോട് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. 2, ബൈബിളിനെ പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മൾ ഒരു പുസ്തകം എടുത്തുകൊണ്ട് ഇത് സത്യമാണ്, 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 ഇത് മാത്രമാണ് സത്യമെന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ മനസ്സ് മടുത്തിട്ട്, ഞാനൊരു സുവിശേഷകനാണ്. മനസ്സ് മടുത്ത ശേഷം ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്നുണ്ടെന്ന ഉറപ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അതിന് തെളിവുകൾ വേദപുസ്തകത്തിൻ്റെ മാത്രമല്ല, സഭയുടെ ചരിത്രത്തിൻ്റെ പിൻബലം അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ സഭ ഇന്ന് ദാരിദ്ര്യത്തിലാണ്. നമുക്കൊരു കുഞ്ഞ് കൈവേദന മാറിയാൽ അത് ലോകത്തിന് മുഴുവൻ നമ്മൾ വിളിച്ചു പറയും. അത് തെറ്റെന്ന് ഞാൻ സ്ഥാപിക്കല്ലോ, അറ്റ്ലീസ്റ്റ് അത് പറയുന്നല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കുമെന്നാലും അതിൽ നമ്മൾ തൃപ്തരാണ്. ഒരു കൊച്ചു തലവേദന മാറിയാൽ സ്തോത്രം, ഒരു രോഗം സൗഖ്യമായാൽ നമ്മൾ ഹാപ്പി. പക്ഷേ ഇത് ദാരിദ്ര്യമാണ്, ഇത് പഞ്ഞമാണ്. ക്രിസ്തീയ സഭയ്ക്കകത്ത് പഞ്ഞം വന്നിരിക്കുകയാണ്. അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് വിമർശിക്കപ്പെടുന്നു, ഒരു ഭാഗത്ത് ആളുകൾ അതിനെ തിക്തമായിട്ട് തള്ളിക്കളയുന്നു, ഒരു കൂട്ടം ആളുകൾ അതിനെ അപഹസിക്കുന്നു. അപ്പോൾ അപഹസിക്കുമ്പോൾ തന്നെ ഈ കൃപാവരങ്ങളിൽ വളർന്നു വരുന്ന സഹോദരന്മാർ മനസ്സുകൊണ്ട് തളർന്നു പോവുകയാണ്. ലോകം ഇന്ന് നമ്മുടെ ഈ തലമുറയിൽ പ്രവചനത്തിൻ്റെ ഉച്ചക്കട്ടത്തിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരുണ്ട്. ഒരു അർത്ഥത്തിൽ ഇന്നലത്തെ തലമുറയോട് ചോദിച്ചാൽ പേർ പറയാൻ പോലും ഇല്ലാത്ത, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോൾ ആസിൽ ലോറി എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ആ ദൈവമനുഷ്യൻ, അദ്ദേഹം ഇന്ത്യ കണ്ട വലിയ ഒരു ഭയങ്കര ഒരു മിസ്റ്റിക്കൽ മിറാക്കിൾ വർക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അതിനുശേഷം ഇവൻ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ വളർച്ചയിലും പെന്തക്കോസ്ത് സമൂഹം പോലും കണ്ടിട്ടില്ലാത്ത നിലയിൽ, സമ്മതിക്കത്തില്ലെങ്കിലും കണ്ടിട്ടില്ലാത്ത നിലയിൽ വളരെ ഷാർപ്പ് ഷൂട്ടേഴ്സായ ശക്തന്മാരായ പ്രവാചകന്മാർ നമ്മുടെ നാട്ടിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവരെ കൈത്താങ്ങാനോ, അവർക്ക് നല്ലൊരു വാക്ക് പറയാനോ, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ, അവരെ ഒന്ന് ബഹുമാനിക്കാനോ നമ്മുടെ ആളുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എവിടെയെല്ലാം സമയം കിട്ടുമോ അവിടെയൊക്കെ അവരെ അപഹസിക്കാനും പരിഹസിക്കാനും കല്ലെറിയാനും മുഖത്തു തുപ്പാനും ആക്ഷേപിക്കാനും നമ്മൾ തയ്യാറായി. ദൈവം വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ്. 1000 കുറ്റങ്ങൾ അവർക്ക് കാണും, 1000 വീഴ്ചകൾ കാണും. നമ്മുടെ സഹോദരന് നഗ്നത വന്നാൽ നമ്മൾ ഒരു മൂടുപടമിട്ടത് മറച്ച്, അവൻ്റെ നഗ്നത മറച്ച് വീണ്ടും അവനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് പകരം അടിച്ചാക്ഷേപിച്ച് ഇനി അങ്ങനൊരു ശുശ്രൂഷ പോലും വേണ്ട എന്ന നിലയിലേക്ക് താഴ്ത്തി കൊണ്ടുപോകുന്ന ഒരു കാലത്ത് ക്രിസ്തീയ സഭ അതിൻ്റെ നാശത്തിൻ്റെ ഉച്ചഘട്ടത്തിലാണ്. യേശുവിൻ്റെ വരവെന്നൊക്കെ ഉള്ളത് നമ്മുടെ രക്ഷപ്പെടലിൻ്റെ മാർഗങ്ങളാണ്. യേശു വരാൻ പോകുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ പഞ്ഞവും നമ്മുടെ ഇല്ലായ്മയും നാട്ടുകാർ ഇനിയും കാണാതെ ഓടി രക്ഷപ്പെടാൻ, അതായത് മറയ്ക്കുള്ളിൽ മറയുക എന്നുള്ള ചിന്തയിൽ ഉണ്ടായി വന്നതാണ് യേശുവിൻ്റെ ഈ റാപ്ചർ തിയറി. അല്ല, നമ്മൾ റാപ്ചർ കൊണ്ട് നിൽക്കുക, നമ്മൾ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം തുണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, ലജ്ജിതരായിട്ടിരിക്കുകയാണ്, ദരിദ്രത്തിലിരിക്കുകയാണ്, ഞങ്ങൾ പറന്നു പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് നാടിന് കൊടുക്കാൻ ഒന്നുമില്ല, ലോകത്തിന് കൊടുക്കാൻ ഒന്നുമില്ല, സമൂഹത്തിന് കൊടുക്കാൻ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇത് നമ്മൾ സമ്മതിക്കണം. ഇത് എന്നെ കേൾക്കുന്ന യങ്ങർ ജനറേഷനോട് ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളും ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനിത്വം വാസ്തവത്തിൽ യേശു ആരംഭിച്ച അപ്പോസ്തലന്മാരിലൂടെ കടന്നു വന്ന ആദിമ സഭയിലെ ലോകത്തിൻ്റെ മുമ്പിൽ കാട്ടിക്കൊടുത്ത ആ ഒറിജിനൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പേരും പെരുമ്പറയും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ഇന്ന് ദാരിദ്ര്യത്തിലാണ് എന്ന ചിന്ത ചെറുപ്പക്കാർ ഉൾക്കൊള്ളുകയും നിങ്ങളുടെ ആരുടെയെങ്കിലും അകത്ത് ഒരു വിപ്ലവം ഇത് മുഖാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണിക്കൂറുകൾ വർഷങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ ചരിത്രം ബൈബിളുണ്ട്, അല്ലെങ്കിൽ ചരിത്രം ക്രിസ്തീയ സഭയുടെ ചരിത്രം. ആ ചരിത്രങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ആദിമസഭയുടെ ചരിത്രമോ ക്രിസ്തീയ സഭയുടെ ചരിത്രമോ നിങ്ങൾ വായിച്ചാലൊന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നുമില്ല. കാരണം കുറേ ദൈവനിഷേധികളായ, ദൈവപ്രവൃത്തികളെ നിഷേധിക്കുന്ന ഹിസ്റ്റോറിയൻസും വേദപണ്ഡിതന്മാരും ഇതിൻ്റെ ഇടയിൽ കയറി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ യുക്തിക്കൊണ്ടും മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തതാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാമോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധി പോയി കാര്യങ്ങളെ കണ്ട് അവിടുന്ന് ആലോചന വാങ്ങിച്ചിറങ്ങി വന്ന് ജനത്തിന് കൊടുക്കുന്ന കർത്തൃദാസന്മാരുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ അവയവം നഷ്ടപ്പെട്ടാൽ അസെൻഡിങ് പ്രയർ എന്ന് പറയും. അസെൻഡിങ് പ്രയറിൽ മുകളിൽ ചെന്ന് അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന കർത്തൃദാസന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രം പഠിച്ചാൽ ഈ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ച് ബൈബിളിനെ കുറ്റം പറഞ്ഞ്
ഒരു ഇസ്ലാമിക നേതാവിൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്ത മലയെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൈലുകൾ പ്രാർത്ഥിച്ച് നീക്കിയ കർത്തദാസന്മാരുള്ള ലോകത്താണ് ആ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ ഞാൻ. അതായത് ദേശത്തുള്ള സകലവിധമായ സ്നേക്കുകളെ, എല്ലാ പാമ്പുകളെയും ഒറ്റ ശാസന കൊണ്ട് എന്നേക്കുമായിട്ട് പുറത്താക്കി. ആ ശാസന കൊണ്ട് ആ നാടിനെ സ്നേക്ക്ലെസ് കൺട്രിയാക്കി മാറ്റിയ ഭക്തന്മാർ ക്രിസ്തീയ സഭയുടെ പിറകിലുണ്ട്. മരിച്ച് ശവമായി 16 വർഷത്തിന് ശേഷം, ഞാനിതൊക്കെ പറഞ്ഞത് മിസ്റ്റിക്കലായിട്ടുള്ള കർത്തുദാസന്മാരുടെ ചരിത്രത്തിൽ നിന്ന്, 16 വർഷം മരിച്ചുപോയ 16 വർഷം ആയ ഒരു രാജാവിൻ്റെ മകനെ അവൻ്റെ ശവക്കുഴി തോണ്ടി ശേഷിച്ച അസ്ഥികഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കുഴിക്കരയിൽ കൊണ്ടുവച്ചിട്ട് മിശിഹായുടെ നാമത്തിൽ കൽപ്പിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവന്ന ശക്തന്മാരായ കർത്തുദാസന്മാർ ഉള്ള ഒരു ചരിത്രം ക്രിസ്ത്യാനിത്വത്തിൻ്റെ പുറകിലുണ്ട്. മോഡേൺ ലോകം വളർന്നു, സയൻസ് വളർന്നു. സയൻസ് ഇന്ന് ക്വാണ്ടം ഫിസിക്സിലേക്ക് പോയി, എന്ന് വേണ്ട ഒരുപാട് ഹയർ തലത്തിലേക്ക് ശാസ്ത്രലോകം ഉയർന്നു പോയി. ഭയങ്കരമായ ഉയർച്ച ശാസ്ത്രലോകത്തിന് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന നിലയിൽ പുരോഗതി ശാസ്ത്രം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മറു സൈഡിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതി, സമൂഹത്തിൻ്റെ പുരോഗതി, എക്കണോമിക്കൽ വേൾഡിൻ്റെ പുരോഗതി, എഡ്യൂക്കേഷൻ്റെ പുരോഗതി. നമ്മുടെ സഭ ഏതോ ഒരു കോണിൽ ഒതുങ്ങി, എന്നെ ഒന്ന് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഏതോ ഒരു തെരുവിൽ ഒതുങ്ങി ഒരു കോണിലിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് സഭ. ഈ സഭ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്. നമ്മളിന്ന് ഈ വേഗം ഓടിപ്പോകുന്ന കാറിൽ അടുത്തു പോലും വരാൻ കഴിയാത്ത ഒരു സ്കൂട്ടറിൽ പോകുന്ന ആളിൻ്റെ അവസ്ഥയിലാണ് ഇന്നത്തെ സഭ എന്ന് ഞാനീ പറയുന്നത് ആത്മാവുള്ള സഹോദരന്മാർ ഗ്രഹിക്കണം. ആത്മാവിൽ ജീവിക്കുന്ന സഹോദരന്മാർ ഗ്രഹിക്കണം. 120-200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വലിയ കാറിൻ്റെ മുമ്പിൽ വെറും 30 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു സ്കൂട്ടറിൻ്റെ വേഗതയിൽ പോകുന്ന അവസ്ഥയിലാണ് സഭ. സഭ ഈ സ്പീഡിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ ഒഴിഞ്ഞു കൊടുത്തു. കാരണം സഭയ്ക്കകത്ത് നിന്ന് ഒറിജിനൽ എല്ലാം ഔട്ടായിപ്പോയി. അപ്പം നമുക്ക് ബുദ്ധി കൂടി, നമുക്ക് ശാസ്ത്രലോകത്തിന് മുമ്പിൽ പരിഹാസമാണ്, യുക്തിവാദികളുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ മറുപടി നമ്മളൊരു വലിയ ഡയലോഗ് വിളിച്ചു കൂട്ടുക, ഒരു ഡിബേറ്റ് വിളിച്ചു കൂട്ടുക, ശാസ്ത്രത്തിന് മുമ്പിൽ തെളിയിക്കുക, രവിചന്ദ്രനെ വെല്ലുവിളിക്കുക, നിരീശ്വരവാദം കള്ളമാണെന്ന് തെളിയിക്കുക, പെന്തിക്കോസ്തുകാരെ വെല്ലുവിളിക്കുക, ഞങ്ങളുടെ ചർച്ച് വലുതാണെന്ന് തെളിയിക്കുക, കത്തോലിക്കരെ ഇങ്ങോട്ട് വിളിക്കുക, നിക്കാവിശ്വാസ പ്രമാണം കള്ളമാണെന്ന് തെളിയിക്കുക. ഈ തെളിയിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം. ഒരു കാര്യവുമില്ല. കാരണം ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് ഉപദേശം തെളിയിച്ചിട്ടല്ല. ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത് അരമത്യക്കാരൻ ജോസഫിൻ്റെ പുതിയതായിട്ട് വെട്ടിയ കല്ലറയിലെ മുമ്പിൽ വെച്ച് റോമൻ മുദ്ര പതിപ്പിച്ച കല്ലിനെ ഉരുട്ടി മാറ്റി മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തുറന്ന കല്ലറയുടെ മുമ്പിലാണ് ക്രിസ്ത്യാനിത്വം നിൽക്കുന്നത്. ഉപദേശത്തിൻ്റെ ചെറിയ ചെറിയ പെശകൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് നേടിയെടുക്കാൻ നമുക്കൊന്നുമില്ല. നമ്മൾ പരാജിതരാണ്, നമ്മൾ തോറ്റുപോയവരാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഷം 32 യേശുക്രിസ്തുവിൻ്റെ കൂടെ യാത്ര തുടങ്ങിയിട്ട് ഉയർച്ചയും താഴ്ചയും മാന്യതയും അപമാനവും അതെ എടുത്തുകൊണ്ട് പോകുന്നതും ചവിട്ടിത്താക്കുന്നതും ഒക്കെ കണ്ട് 4 നൂറ്റാണ്ടിലധികം യേശുവിൻ്റെ കൂടെ ജീവിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആരെയും ആക്ഷേപിക്കുകയല്ല. 32 വർഷത്തെ യാത്രയാണിത്. അപ്പം ഞാൻ ഉണ്ടല്ലോ, പരാജയം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. 2000 വർഷത്തിന് മുമ്പ് യേശു അത്ഭുതങ്ങൾ ചെയ്തു എന്ന് നമ്മൾ പറയുന്നു. ഇന്നൊരാൾ ചോദിക്കുക, എങ്കിൽ ഇപ്പോൾ എന്തേ? അപ്പോൾ നമ്മൾ പറയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. വാക്യം കാട്ടിക്കൊടുക്കും. അത് എബ്രായ ലേഖനത്തിൻ്റെ 13:8. നമുക്ക് റെഫറൻസുകൾ അറിയാം, നമുക്ക് വചനത്തെ നിൽക്കാനറിയാം, നമുക്ക് മിടുക്ക് കാണിക്കാനറിയാം. പക്ഷേ മിടുക്ക് കാണിക്കാൻ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നമുക്ക് ആശയങ്ങൾ കൊണ്ട് മാത്രം നിന്നാൽ മതി. പക്ഷെ നമ്മൾ മനസ്സിന് ചൂട് പിടിച്ച് ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്ന് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2 ചെറുപ്പക്കാരായ ആളുകൾ, ഏകദേശം
21 വയസ്സുള്ള ഒരു പുരുഷനും 20 വയസ്സുള്ളൊരു സ്ത്രീയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരത രാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ അമേരിക്കയിൽ നിന്ന് യാത്ര ചെയ്തെത്തി. അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. യങ് മിഷണറിമാരായിരുന്നു. അവരുടെ അടുക്കൽ അവർ പ്രസംഗിക്കാൻ തുടങ്ങി. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. യേശു മരിച്ചവനായിരുന്നു എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് പ്രസംഗിച്ചു. പല കാര്യങ്ങളും അവർ പ്രസംഗിച്ചു. ഒരു ദിവസം ഒരു മുസ്ലിം മതപണ്ഡിതൻ അവരുടെ കയ്യിലിരിക്കുന്ന ഖുറാനുമായിട്ട് ഈ മിഷണറിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പരിശുദ്ധ ഖുറാനാണ് സത്യം, നിങ്ങളുടെ ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. നിങ്ങളുടെ ബൈബിൾ സത്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അതിൻ്റെ ഒറിജിനൽ എന്തിയെ? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാനാണ് സത്യം. ഈ ചെറുപ്പക്കാരായ ഈ മിഷണറിമാർ പരാജയപ്പെട്ടുപോയി, നിരാശപ്പെട്ടുപോയി, തളർന്നുപോയി, തകർന്നുപോയി. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഏതെങ്കിലും ഒരു കർത്തൃദാസൻ ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും മിനിസ്ട്രിയിലോ യാത്രയിലോ ഇറങ്ങിത്തിരിച്ച ദൈവിക ലക്ഷ്യത്തിലോ തോറ്റുപോയി, വീണുപോയി, പരാജയപ്പെട്ടുപോയി, അവസാനിച്ചുപോയി എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ അവരോട് ഹൃദയത്തിലോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഡയറക്റ്റ്ലി ഐ എം ടോക്കിംഗ് ടു യു, യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ഞാൻ സംസാരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ, ഈ സഹോദരിയും നിരാശയോടെ ഭാരതത്തിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് തിരിച്ചുപോയി. അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ഈ മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല. കാരണം ആശയങ്ങൾ കൊണ്ട് ആശയത്തെ ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നീ ബൈബിളുമായിട്ട് പോയാൽ അപ്പുറത്ത് ഖുറാൻ എടുത്തുകൊണ്ട് അത് തെളിയിക്കുന്ന പണ്ഡിതന്മാർ അവിടെയുണ്ട്. ഇപ്പുറത്ത് ഭഗവത്ഗീത, നിങ്ങൾക്കറിയാമോ, ഭഗവത്ഗീത ധാരാളം ജ്ഞാനം നിറഞ്ഞ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്തെ പൊരുളുകൾ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ഹൈന്ദവ സന്യാസിയുടെ മുമ്പിൽ നിങ്ങളുടെ ഗിദയോൻ്റെ കഥയും ആ മോശയുടെ കഥയും ഒന്നും ഒരിടത്തും ഏക്കത്തില്ല. ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിത്വം ജ്ഞാനത്തിൽ മാത്രമല്ല പോയിരുന്നത്. ക്രിസ്ത്യാനിത്വം പ്രവൃത്തിയിലല്ലായിരുന്നു പോയത്. ദൈവരാജ്യം വാക്കുകളിലല്ലായിരുന്നു വെളിപ്പെട്ടിരുന്നത്. ദൈവരാജ്യം ശക്തിയുടെയും ആത്മാവിൻ്റെയും പ്രദർശനമായിട്ടാണ് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവർ തിരിച്ചുപോയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഒരു മുറിയിൽ കയറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, നീ എനിക്ക് വേണ്ടി വേണ്ട വെള്ളം വാതിലിൽ കൊണ്ടുവച്ചേക്കണം, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ആ വാതിലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചോളാം. ഇദ്ദേഹം ആ മുറിയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥന ഒരു ദിവസം കഴിഞ്ഞു, ഒന്നുമില്ല. 2 ദിവസം കഴിഞ്ഞു, ഒന്നുമില്ല. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരാചാരമാണെന്നും അനാചാരമാണെന്നും റിച്വലാണെന്നൊക്കെ ചിന്തിക്കുന്നവരുടെ ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറഞ്ഞു പോയി കേട്ടോ. കാരണം ഇന്ന് മോഡേൺ ലോകത്ത് എനിക്ക് ഇവിടോട്ട് വന്ന് നിന്ന് ഈ ലൈവിൽ ഇത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാതൊക്കെ പ്രസംഗിക്കാം. പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഒരു സൂം മീറ്റിംഗ് നടത്തിയ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു മനുഷ്യൻ, ഞാൻ ഇതോടെ പറഞ്ഞിട്ട് മറ്റേ സംഭവത്തിലേക്ക് പോയിക്കോളാം. അദ്ദേഹം DGS ദിനകരനാണ്. നിങ്ങൾക്കറിയായിരിക്കും DGS ദിനകരൻ. കുഞ്ഞുകാലം മുതൽ, എൻ്റെ കുഞ്ഞു പ്രായം മുതൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളാണ് ഞങ്ങൾ കേട്ടത്. കാരണം ഞങ്ങൾ നാഗർകോവിൽ എൻ്റെ പപ്പായുടെ വീടായതുകൊണ്ട് അവിടെയായിട്ടുള്ള കണക്ഷൻ കൊണ്ട് ഈ DGS ദിനകരനുമായിട്ടും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുമായിട്ടൊക്കെ മറ്റ് ഈ ഡോക്യുമെൻ്റ് ഈ മെത്തേഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ മാഗസിൻസും CD ഒക്കെ കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം 28 വർഷം ഒരു ബാങ്കിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനല്ലായിരുന്നു. പക്ഷേ 28 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ പഞ്ചാബിൽ അവരുടെ ഒരു ബാങ്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അക്രൈസ്തവനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മുറിയിൽ അദ്ദേഹം താമസിക്കാനുണ്ടായിരുന്നു. 10 മണിയായി തൻ്റെ കൂടെയുള്ള ആൾ കിടന്നു. അദ്ദേഹം കൂടെ കിടന്നു. കൂടെയുള്ള ആൾ കിടക്കാനായിട്ട് കട്ടിലേക്ക് പോയി. ഈ ദിനകരൻ അങ്കിള് അവിടെ ഒരു പാവിരിച്ച് 10 മണിയായപ്പോൾ മുട്ടുമടക്കി. മറ്റേ ആൾ രാവിലെ എഴുന്നേറ്റപ്പോൾ 5 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോഴും താൻ കാണുന്ന ചിത്രം പായയുടെ അരികിൽ മുട്ടിന്മേൽ നിൽക്കുന്ന DGS ദിനകരനെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങിയില്ലേ? പുള്ളി പറഞ്ഞു, അയ്യോ, സമയം 5 മണിയായ അറിഞ്ഞില്ല. 10 മണിക്ക് മുട്ടുമ്മയിൽ നിന്ന ആളാണ്, രാവിലെ 5 മണിയായപ്പോഴും അറിഞ്ഞില്ല.
ഈ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ആ ക്രൈസ്തവൻ യേശു കർത്താവ് ജീവനുള്ള ദൈവമാണെന്ന് കണ്ടു എന്ന്. അപ്പം DJ അങ്കിൾ പറഞ്ഞെങ്ങനെയാണ്, ഞാൻ സുവിശേഷം പറഞ്ഞില്ല, ഞാൻ രക്ഷ പറഞ്ഞില്ല, സ്വർഗം പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കണ്ടു. ഇദ്ദേഹത്തിന് മനസ്സിലായി കാര്യമില്ലാതെ ഒരാൾക്ക് ഇത്രയും സമയം ഇങ്ങനെ ഒരിടത്ത് ഇരിക്കേണ്ട അവസ്ഥയില്ല. സോ പ്രാർത്ഥന കൊണ്ട് നേടി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, താൻ തെരുവിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴും 10 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് 1 മണിക്കൂർ പ്രസംഗിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറയുമ്പോൾ തമാശയായിട്ടും കളിയാക്കുന്നവരൊക്കെ കാണുമായിരിക്കും, കുഴപ്പമില്ല. 10 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കാൻ താൻ പോകും തെരുവിൽ. താൻ പറയുന്നത് തൻ്റെ തെരുവിലെ പ്രസംഗം കേട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അറിയാതെ ആ ദൈവസാന്നിധ്യത്തിൽ അട്രാക്റ്റഡായി റോഡിൽ ബ്ലോക്കിംഗ് ഉണ്ടാക്കുമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ കർത്തുദാസന്മാർ വളർന്നു വന്നത്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഒരു കുറ്റം പറയാൻ പറ്റും. സോ ഇങ്ങനെ ഈ ദൈവമനുഷ്യൻ, അതായത് നാം നേരത്തെ പറഞ്ഞ അമേരിക്കൻ മിഷണറീസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 21 ദിവസത്തെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വെള്ളം കുടിച്ച് പ്രാർത്ഥിക്കുന്നു. 21-ാം ദിവസം പ്രഭാതത്തിൽ 6 മണിക്ക് താനെ ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും തൻ്റെ പായിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ താന് തൻ്റെ റൂമിൽ കർത്താവായ യേശു, മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുനാഥൻ പ്രത്യക്ഷനായി. 21 ദിവസം ഒരേപോലെ എന്നെ ആരൊക്കെ അന്വേഷിക്കുന്നുവോ അവരെന്നെ കണ്ടെത്തും എന്ന വചനത്തിൽ വാക്യം. 21 ദിവസം ഈ മനുഷ്യൻ, കാരണം ഇദ്ദേഹത്തിന് ഇനിയും വേറൊരു മിനിസ്ട്രി ഇല്ല. ഞാൻ ഇന്ന് പറയുന്നല്ലോ, ഇനിയും ഇങ്ങനൊരു മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി ഇനി തുടരാൻ പറ്റില്ല, ഇനി നടക്കത്തില്ല. ഇനി നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രിക്ക് ഇനിയും അടുത്ത തലമുറയിൽ, അടുത്ത കാലത്ത് വിലയില്ലാത്ത ഒരു പാഴ് വസ്തുവാണ്. സീരിയസ് ആയി കർത്താവിൻ്റെ മഹിമയ്ക്കായി ഒരു തലമുറ എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. വിളിച്ച സ്വർഗീയ വിളിക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം എന്തിനു വേണ്ടി വേർതിരിച്ചോ അതിനപ്പുറത്ത് നിന്ന് വേറൊന്നിലേക്ക് തിരിയാൻ പറ്റില്ല. നിർബന്ധം മുമ്പിൽ കിടക്കുന്ന ദൈവവേലക്കാരോട് ഞാൻ പറയാം, ഇനി ഒരിക്കലും ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. എൻ്റെയും നിങ്ങളുടെയും ജ്ഞാനം കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും ലോജിക്ക് കൊണ്ടൊന്നും ഈ തലമുറയിൽ ഇനി ഒന്നും സാധിക്കത്തില്ല. അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, അന്ന് ആ മുറിക്കകത്ത് യേശുനാഥൻ വന്നതുപോലെ നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പ്രത്യക്ഷത ഏറ്റവും അനിവാര്യമായി മാറിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അനിവാര്യമായി മാറി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സകല അപ്പോസ്തലന്മാരിലും ഏറ്റവും ചെറിയവനാണ്, പക്ഷേ അകാല പ്രജ എന്നോണം അവൻ എനിക്കും പ്രത്യക്ഷനായി. ഒരു പ്രത്യക്ഷത കാത്തിരിക്കാൻ കൊതിക്കുന്നവരുണ്ടോ? നമുക്കൊരു യാത്ര തുടരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആരുടെയെങ്കിലും ഉള്ളിൽ, ഇതിപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ഞാനിത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്കിത് മോട്ടിവേഷനാകും. നിങ്ങളുടെ അകത്ത് എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ ഇത് കൊതിക്കുന്നവരും കാത്തിരിക്കുന്നവരും ആകണമെന്നും പരാജയം സംഭവിച്ചെന്നും തോറ്റെന്നും ഇനി എങ്ങനെ പോകുമെന്നും നിരാശപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് ഇന്നല്ല നാളെ കേൾക്കുന്നവരിലും ഇത് ഡയറക്റ്റ് അവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരാജയപ്പെട്ടിരിക്കുന്നവർ, പക്ഷെ നമ്മൾ പരാജയം പുറത്ത് കാണിക്കുന്നില്ല. നമുക്കറിയാം നമ്മൾ തോറ്റുപോയെന്ന്, പക്ഷെ നമ്മൾ ഇന്ന് വരെ നമ്മൾ തോറ്റവരാണെന്ന് നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം ഞാൻ തോറ്റവനാണെന്ന് സമ്മതിച്ചാൽ ജയത്തിലേക്ക് നടത്താൻ നമുക്ക് ആളുകളില്ല. നമുക്കൊരു കാര്യം പറയാൻ ആളില്ല. പരാജയപ്പെട്ട് കിടക്കുക. 100 കണക്കിന് കർത്തൃദാസന്മാർ ദൈവമേൽപ്പിച്ച വേല തികയ്ക്കാൻ പറ്റാതെ നിരാശപ്പെട്ട് കിടക്കുക, സങ്കടപ്പെട്ട് കിടക്കുക. സത്യമായിട്ട് ഞാൻ അനേക കർത്തൃദാസന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അനേക ദൈവദാസന്മാരോട് ചോദിച്ചിട്ടുണ്ട്. നിരാശയുടെ വാക്കുകളല്ലാതെ മറ്റൊന്ന് അവർക്ക് ഹൃദയം തുറന്ന് പറയാനില്ല. ഇറങ്ങി തിരിച്ചപ്പോഴുള്ള ആ ചൂട്, ദൈവത്തിൻ്റെ ദൂത്, കർത്താവ് പറഞ്ഞ ആലോചനകൾ, കേട്ട വാക്തത്വങ്ങൾ, അവരെ മോട്ടിവേറ്റ് ചെയ്ത ട്രൂത്തുകൾ, ഇതൊന്നും യാത്രയിൽ കാണാനില്ല, ഒന്നും കാണാനില്ല. ഇപ്പോൾ സത്യത്തിൽ എന്തിനിറങ്ങി, എന്തിനാണ് ശുശ്രൂഷ ചെയ്യുന്നത്, എന്തിനു മുമ്പോട്ട് പോകണം, എന്താണ് അർത്ഥം, എങ്ങനെയും അങ്ങ് അവസാനിച്ചാൽ മതിയെന്ന് ആത്മഹത്യയുടെ ചിന്തയുള്ള ആയിരക്കണക്കിന് കർത്തൃദാസന്മാർ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ വ്യക്തിപരമായിട്ട് ചോദിച്ചു നോക്കണം.
ആത്മഹത്യ ചെയ്താൽ മതി എന്ന് കൊതിക്കുന്ന, അതും നന്നായിട്ട് സഭയൊക്കെയുള്ള കർത്തൃദാസൻ. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിനവർ ഇറങ്ങിയോ, എന്താണ് അവരുടെ ഉള്ളിൽ കിട്ടിയത്, അതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. രണ്ടാമത് വേറൊരു കാര്യം കേരളത്തിലുണ്ട്. കേരളത്തിൽ ഒരു ഫാദർ ലെസ് ജനറേഷൻ, ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പിതാക്കന്മാരില്ലാത്തൊരു തലമുറ വളരുന്നുണ്ട്. പിതൃഹൃദയമുള്ള ആളുകൾ കുറഞ്ഞുപോയൊരു കാലം. ഒരു ചെറുപ്പക്കാരനെ അപ്പനെ പോലെ കരുതാൻ ആരുമില്ല ലോകത്ത്. മകനെ പോലെ കരുതാൻ ഫാദേഴ്സ് ഇല്ലാത്തൊരു കാലം. ഇന്ത്യയിലെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, പിതാക്കന്മാർ ഇല്ല. ഉപദേശകന്മാർ ആയിരക്കണക്കിനുണ്ട്. നമുക്ക് മീഡിയയിലൂടെയും അല്ലാതെയും പഠിപ്പിച്ചു കൊടുക്കാൻ ആയിരക്കണക്കിന് ഉപദേശകന്മാരുണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. പക്ഷേ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാത്ത ഒന്ന്, പിതാക്കന്മാരില്ല. എൻ്റെ കുറ്റം പോയി പറയാൻ എനിക്ക് പറ്റിയ ആളില്ല. എൻ്റെ ബലഹീനത എനിക്ക് തുറന്നു പറയാൻ എനിക്ക് ഈ കാലഘട്ടത്തിൽ പിതാക്കന്മാരില്ല. ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്ത അപരാധം, എനിക്കിങ്ങനൊരു അപരാധം പറ്റി എന്ന് പറയാൻ പറ്റുന്ന എത്ര പിതാക്കന്മാർ നമ്മുടെ നടുവിലുണ്ട്? എത്ര പേരുണ്ട്? ഇല്ല. അതുകൊണ്ടെന്താ, ഒരു കർത്തൃദാസൻ്റെ ജീവിതത്തിൽ തോൽവി പറ്റിയാൽ തുറന്നു പറയാൻ ആളില്ല. പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കത്തില്ല. ആരെങ്കിലുമെങ്കിലും പറഞ്ഞാൽ അത് ലോകം മുഴുവൻ പടരും. തുറന്നു പറയാനില്ലാത്തത് കൊണ്ട് അതേ പരാജയത്തിൽ തുടരുകയാണ്. അതേ പരാജയത്തിൽ വീണ്ടും തുടർന്ന് ജീവിതം എങ്ങനെയും പൊയ്ക്കോട്ടെന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ്. ഈ ഒരവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചേ പറ്റത്തുള്ളൂ. പിതൃഹൃദയമുള്ള കർത്തൃദാസന്മാർ എഴുന്നേൽക്കണം. ആക്ഷേപിക്കാനോ തള്ളാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ അല്ല, മറിച്ച് അവരെ വളർത്താൻ, പോഷിപ്പിക്കാൻ, കരുതാൻ, മെൻറ്റർ ചെയ്യാൻ, എഴുന്നേൽപ്പിക്കാൻ, കൈ കൊടുക്കാൻ, അവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ, അവരുടെ വീഴ്ചകളെ കേൾക്കാൻ, അവരുടെ പരാജയത്തെ തുറന്നു കേൾക്കാൻ. നിങ്ങൾക്കറിയാമോ എത്ര ദൈവദാസന്മാർ മഹാപാപത്തിൻ്റെ കുഴിയിൽ കിടപ്പുണ്ടെന്നറിയാമോ? എത്ര കർത്തൃദാസന്മാർ അഡിക്ഷൻസിൻ്റെ പുറകിലുണ്ടെന്നറിയാമോ? എത്ര ദൈവദാസന്മാർ പരാജയത്തിൻ്റെ പുറകിലാണെന്നറിയാമോ? പക്ഷേ ഇവരെ ആരെയും എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. കേരളം, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം, there is no fathers in Christendom today. പിതാക്കന്മാരില്ല. എനിക്കും എൻ്റെ കാര്യം തുറന്നു പറയാൻ എനിക്ക് പിതാവില്ല. എൻ്റെ കാര്യം എനിക്കങ്ങോട്ട് ഓപ്പണപ്പാകാൻ, എൻ്റെ ഹൃദയം മൊത്തം അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കാൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഈ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, സഭ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ പക്ക വക്കിലാണ്, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. നമുക്ക് പഴയ കഥകൾ പറഞ്ഞ് നമ്മൾ ജീവിക്കുക. പണ്ടത്തെ കഥകളാണ് നമ്മൾ പറയുന്നത്. പണ്ട് ഇപ്പോൾ കൂട്ടാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇറങ്ങിത്തിരിച്ച കാലത്ത് എൻ്റെ ബോട്ട് നിറച്ച് മീൻ കിട്ടി കർത്താവേ, എൻ്റെ വല കീറാറായി എന്ന കഥയല്ലാതെ നമുക്ക് പറയാനില്ല. ഫാദർലെസ് ജനറേഷൻ, ഇത് മാറണം, മാറിയേ പറ്റൂ. ഞാൻ പറഞ്ഞ അഭിനയം നമ്മുടെ നാട്ടിൽ ഒത്തിരിയുണ്ട്. അഭിനയിക്കുന്നവർ ഒത്തിരിയുണ്ട്. ആത്മീയത അഭിനയിക്കുന്നവർ, കപടത അഭിനയിക്കുന്നവർ. നമ്മളൊരു ചിരി കൊണ്ടുപോലും അങ്ങ് മയക്കുക. ആ ചിരിക്കകത്തൊക്കെ കപടതയാണ്. കപടതകൾ ഒത്തിരിയുണ്ട് ഈ ലോകത്ത്. കാരണം വേൾഡ് മൊത്തം കപടതയാണ്, ക്രൈസ്തവ ലോകവും കപടതയാണ്. ചിരിക്കുന്നവനെ നോക്കിയിട്ട് അവൻ നല്ല സ്നേഹമുള്ള ആളാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ ചിരി കറക്റ്റാണോ എന്നറിയത്തില്ല. അതോ നമ്മളിൽ നിന്ന് എന്തോ നേടാനുള്ള ചിരിയാണ്. സോ ഒരുപാട് കപടതകൾ നിറഞ്ഞൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇതിനകത്ത് മറുപടി എന്താണ്? ഇതിനാരെങ്കിലും ഒന്നും മറുപടി പറഞ്ഞതാ? ഇവിടുത്തെ ആത്മീയ ലോകത്തെ ഞാൻ കൊച്ചുങ്ങളെ ഈ ലൈവിൽ വന്ന് പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. കൊച്ചുമക്കളെ, ഒരു 10, 25, 22 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ്. അവർ ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരാണ്. അവർ പറയുന്നതിനകത്ത് ഒരുപാട് യൂസ്ലെസ് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഒരിക്കലും അത് ഒരു മച്യൂരിറ്റിയിലോട്ട് വന്ന ആളിനെ അത് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള വളരെ യൂസ്ലെസ് കാര്യമാണ്. പക്ഷേ അതിനകത്തും അവരങ്ങനെ ഹാപ്പിയാണ്, അതിനകത്ത് അത് കേൾക്കുന്നവർ ഹാപ്പിയാണ്. പക്ഷേ ഇവരെയൊക്കെ പിടിച്ചു നിർത്തി, മക്കളെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഭയങ്കര പവർഫുള്ളാണ്, നിങ്ങൾക്ക് കഴിവ് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഉയർത്താൻ നമുക്ക് എന്തിയ ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്തി, തമ്പുരാൻ്റെ മുമ്പിൽ മുഖം കാണിക്കുന്ന ആളുകൾ എന്തിയെ കാട്ടിത്താം. എനിക്ക് വേണം. ഇപ്പം എനിക്ക് അങ്ങനെ ആളുകളും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. എനിക്ക് അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ്. സോ അങ്ങനെയുള്ള ഒരു
ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു കാലത്തിലാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് ജീവിക്കുന്നത്. ഇതിന് മറുപടി ഒന്നേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്. ഒത്തിരി ആളുകൾ പരാജയപ്പെട്ട കാലത്ത്, ഒരുപാട് പേർ കോംപ്രമൈസ് ചെയ്യുന്ന കാലത്ത്, ഒരുപാട് പേർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കുന്ന കാലത്ത്, അന്ന് ബാബേലിലേക്ക് പോയ സഹോദരന്മാരുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. നിങ്ങൾക്കറിയാമോ, അതിൻ്റെ കൂട്ടത്തിൽ ദാനിയേലുമുണ്ട്. ഈ 4 സഹോദരന്മാർ അവർ സീനിയർ ശുശ്രൂഷകന്മാരല്ല, അവർ പ്രീസ്റ്റ്ഹുഡിൽ വന്നവരല്ല, ശാസ്ത്രി കുടുംബവുമായി ബന്ധമില്ല, സാധാരണ യഹൂദ ബാലന്മാരാണ്. പക്ഷെ അവരൊരു തീരുമാനമെടുത്തു. രാജാവ് കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജാവിൻ്റെ ഭോജനം കൊണ്ടും ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല. പിന്നെ അവർ തീരുമാനമെടുത്തു, രാജാവ് നിർത്തുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. യങ്ങർ ജനറേഷൻ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയാമോ, പ്രസംഗിക്കാതെ ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ അവർ പ്രസംഗിച്ചിട്ടില്ല. അവർക്ക് ദൂതില്ല, അവർക്ക് പറയാൻ മെസ്സേജില്ല. അവർക്ക് ഒന്നേ ഉള്ളൂ, ചത്താലും വിട്ടുകൊടുക്കാത്ത കൺവിക്ഷൻ, മരിച്ചാലും പിന്മാറാത്ത കൺവിക്ഷൻ. ആ കൺവിക്ഷൻ അവർ പറഞ്ഞു, രക്ഷിച്ചാലും ഇല്ലെങ്കിലും, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും, ഞങ്ങളുടെ ദൈവം വന്ന് ഞങ്ങളെ സൂക്ഷിച്ചാലും ഇല്ലെങ്കിലും, നോ കോംപ്രമൈസ്, വി ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ഓൺ അവർ കൺവിക്ഷൻ. സോ ആ കൺവിക്ഷൻ അവരുടെ വാല്യൂ ആയിരുന്നു. കൺവിക്ഷൻ, അവരുടെ കൺവിക്ഷൻ കാരണം ബാബേലിൽ ഒരു മെസ്സേജ് വന്നു. ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവമാണ് സത്യദൈവം. പ്രസംഗിക്കാതെ, ഒന്നും ചെയ്യാതെ, കൺവിക്ഷൻ കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയെ ഇളക്കിയത് ഒരു ചെറിയ കൂട്ടം ചെറുപ്പക്കാരാണ്. സഹോദരന്മാരെ, വലിയ ദൈവദാസന്മാർ നമ്മുടെ ദേശത്തുണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നമ്മൾ എഴുന്നേൽക്കേണ്ട ടൈം കഴിഞ്ഞു. ഒറ്റ ജീവിതം മുമ്പിലുള്ളൂ. ഒരു പക്ഷേ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. ദാവീദിന് ഒരു പ്രത്യേകതയുണ്ട്. ദാവീദിനെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല, മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല, ദൂത് പറയാൻ ആളില്ല, വാക്തത്വം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പക്ഷെ ദാവീദ് ചെയ്തൊരു കാര്യമുണ്ട്. ദാവീദ് തന്നെത്താൻ ആശ്വസിപ്പിച്ചു. ദാവീദിനെ തന്നെ ആശ്വസിപ്പിച്ചു. കാരണം ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരും കാണത്തില്ല, പ്രൊമോട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും കാണത്തില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മഹാദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നും നിങ്ങൾ വെളിപ്പെടുന്നത് കാണാൻ സർവ്വ സൃഷ്ടിയും ഒരുപോലെ കാത്തിരിക്കുന്നെന്നും നിങ്ങൾക്കറിയാമോ? ഒരു വലിയ ഫ്രീക്വൻസി ഈ ദേശത്ത് കേൾക്കാം. പ്രാർത്ഥിക്കുന്നവർക്കറിയാം, ഒരു വലിയ ശബ്ദം ദേശത്ത് തുടങ്ങുന്നുണ്ട്. പല ശബ്ദമുണ്ട്. ഒന്ന്, നീതിമാന്മാരുടെ രക്തത്തിൻ്റെ ശബ്ദം ലോകം കേൾക്കാം. നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് നായ്ക്കൾക്ക് കേൾക്കാൻ പറ്റും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നായ്ക്കൾക്ക് കേൾക്കാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് ആത്മാവ് കേൾക്കാൻ പറ്റുന്നൊരു ശബ്ദമുണ്ട്. അത് ഹാബേലിൻ്റെ രക്തം മുതൽ ക്രൂശിൽ ചൊരിഞ്ഞ മിശിഹായുടെ പുണ്യാഹ രക്തം വരെയുള്ള ദ വോയിസ് ഓഫ് ദ ബ്ലഡ്. ഒത്തിരി വോയിസസ് ഉണ്ട്. രണ്ടാമതൊരു വോയിസ് ഉണ്ട്, ദ വോയിസ് ഓഫ് ദ ക്രിയേഷൻസ്. 3, ദ വോയിസ് ഓഫ് ദ ഷോഫാർ, ദ വോയിസ് ഓഫ് ദ ട്രംപറ്റ്, ദ വോയിസ് ഓഫ് ദ ഡീപ്പ്, ദ വോയിസ് ഓഫ് ദ വാട്ടർ സ്പൗട്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക, എത്ര വോയിസ് ഉണ്ടെന്ന് അറിയാമോ? ഇതിൻ്റെ ഫ്രീക്വൻസി ഹയറാണ്. ഈ കാണുന്ന ചരിത്രം, ഈ ലോകം, ഇപ്പം നമ്മുടെ വേൾഡ് മൊത്തം, പരിസ്ഥിതി മൊത്തം, മൃഗങ്ങൾ, ആനിമൽ കിങ്ഡം, എല്ലാ കിങ്ഡവും, ദർ ഇസ് എ വോയിസ് ഈസ് കമ്മിങ് ഔട്ട്. ഹയർ ഫ്രീക്വൻസിയിൽ ഈ ക്രിയേഷനിൽ നിന്ന് ഒരു വോയിസ് പുറത്തു വരുന്നുണ്ട്. അതിനെ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വിളിച്ചത് എങ്ങനെയാണ്? ഇതാണ് ദ ഗ്രോണിങ് ഓഫ് ദ ക്രിയേഷൻസ്. ദ ഗ്രോണിങ് ഓഫ് ദ ക്രിയേഷൻസ്, സൃഷ്ടിയുടെ ഞരക്കം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിൻ്റെ പൈതലിൻ്റെ കാതിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നൊരു വോയിസായത്. ദ ഗ്രോണിങ് ഓഫ് ദ ക്രിയേഷൻ. Creations are groaning. There's a higher kind of frequencies going on. എന്തിനാണെന്നറിയാമോ ആ ഗ്രോണിങ്? ആ ഗ്രോണിങ് മനുഷ്യ ദൈവപുത്രന്മാരുടെ മാനിഫെസ്റ്റേഷൻസ്, ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. പുത്രന്മാർ വെളിപ്പെടാൻ വേണ്ടി ദ ഓൾ ക്രിയേഷൻസ് ആർ ഗ്രോണിങ്.
ഇനി വചനം പറഞ്ഞ് ഇനി ഇതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും പറഞ്ഞിട്ട് പോകാൻ സമയമില്ല. ടേക്ക് ദിസ് വേർഡ് as it is and kneel down before God and say, Lord, let it happen to me. എന്നിലിത് ഇനിയും വാക്യം എത്ര കാലം ഈ വാക്യത്തിന് എക്സ്പ്ലനേഷൻ തരും? എത്ര കാലം ഇതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും അറാമിക്കും പറഞ്ഞുകൊണ്ടിരിക്കും? സ്റ്റോപ്പ് ഇറ്റ് നൗ. ദൈവം നൽകിയ ദൂതിന് വേണ്ടി വാക്കിന് മുമ്പ് പറ, ലോർഡ്, അതെന്നിൽ സംഭവിക്കണം, എന്നിൽ സംഭവിക്കണം. നിങ്ങൾക്കറിയാമോ, നാം യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനത്തിൻ്റെ ഒരംശത്തിൽ പോലും എത്തിയിട്ടില്ല. നമ്മൾ സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞ ആത്മീക ഉന്നതിയുടെ ഒരംശത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി എന്ന വാക്കിൻ്റെ അർത്ഥം ആരെങ്കിലും ഒന്ന് തെളിയിക്കാമോ? ഞാൻ യേശുവിൻ്റെ കൂട്ടവകാശിയാണെന്ന ആ വേർഡിൻ്റെ മാനിഫെസ്റ്റേഷൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒന്ന് കാട്ടിത്തരാമോ? ഇല്ല. അത് വചനമായി തന്നെ അവിടെ തുടരുകയാണ്, റെഫറൻസായി തുടരുകയാണ്. അത് നമ്മളിൽ സംഭവിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണെങ്കിൽ 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച് യേശുനാഥൻ എന്തൊക്കെ ചെയ്തോ അത് തന്നെ ചെയ്യണം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഒരംശം എവിടെയുണ്ട്? ചോദിക്കാൻ ആരെങ്കിലും ഒന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് ചോദിക്കേ, ആരെങ്കിലും ഒന്ന് ചോദിക്കേ. ഒരംശം ഉണ്ടോ ഇന്ത്യയിൽ? ഒന്ന് കാട്ടിക്കൊടുക്കാൻ എന്തുണ്ട്? കാട്ടിക്കൊടുക്കാൻ എന്തുണ്ട്? എനിക്ക് തോന്നുന്നു പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യൻ ജോസഫ്, ദൈവാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യൻ ശമൂവേൽ, ദൈവാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യൻ എലിയാവ്, ദൈവാത്മാവ് പ്രാപിച്ച ഒരുത്തൻ ദാനിയേൽ. സിംഗിൾ പേഴ്സൺ ആണ്, ഒറ്റയാളേ ഉള്ളൂ. ഓരോ സാമ്രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുകയാണ് ഒറ്റ ഒരുത്തൻ. ആ ആളിന് പേര് ദൈവാത്മാവുള്ളവൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ ദൈവാത്മാവുള്ള ലക്ഷക്കണക്കിന് ആളുണ്ട്. എന്തിയേ ഇതെല്ലാം? ആരെങ്കിലും ഇതിനകത്തിരുന്ന് എന്നോടും ചോദിച്ചോ എന്തിയേ ഇത്? അപ്പം ഒരു ദൈവാത്മാവുള്ള ഒരുത്തൻ ഫറവോന്റെ സാമ്രാജ്യത്തെ കീഴ്മേൽ മറിച്ചു. ദൈവാത്മാവുള്ള ഒരു സ്ത്രീ, ഒരു എസ്തർ, ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ നിയമങ്ങളെ തിരുത്തി കുറിച്ചു ഒരു സ്ത്രീ. അപ്പൊ ദൈവാത്മാവുള്ള ഒരാളിന്റെ പവറാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് വെളിപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ചർച്ചിലുള്ള 100-ൽ 100 പേരും ദൈവാത്മാവുള്ളവരാ. എന്ത് വിസ്ഫോടനം നടക്കേണ്ട സമയമായില്ലേ? പൊട്ടിത്തെറിക്കണ്ടേ? ഞാൻ ഇന്ന് രാവിലെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാ നിറവ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്യഭാഷ പറയുന്ന എന്ത് കാര്യം? ദ ട്രൂ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് വെളിയിൽ വന്നേ പറ്റൂ, പ്രദർശിക്കപ്പെട്ടേ പറ്റൂ. ഇത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ഭാരം ഷെയർ ചെയ്യുക, മനസ്സിന് മുറിവ് പറ്റിയ തോറ്റ കർത്തദാസന്മാരോട് ഞാൻ പറയാം, തോറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്ത് തോറ്റെന്നല്ല, നമ്മൾ ചെയ്യുന്ന ശ്രമം അങ്ങോട്ട് ഏൽക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് രോഗി സൗഖ്യമാവുന്നില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇനി നമുക്ക് ആ പണി ചെയ്യേണ്ട. യേശു രോഗിയെ സൗഖ്യമാക്കിയെന്ന് ഇനി പറയരുത്. അത് ഈ തലമുറയ്ക്ക് ആവശ്യമില്ല. നിങ്ങളെന്നോട് എന്തെടുത്താലും കുഴപ്പമില്ല. യേശു കുരുടൻ്റെ കണ്ണ് തുറന്നു എന്ന് ഈ തലമുറയോട് പറയണ്ട. ഇവർക്കെല്ലാവർക്കും യേശുവിനെ അറിയാം. ഈ തലമുറ അറിയേണ്ടത് ആ യേശു ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ടാണ്. ആ യേശു ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലിരിക്കുന്ന കറുത്ത ബൈബിളല്ല. യേശു ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് ദൃഷ്ടാന്തങ്ങളാണ്. 2000 ഇയേഴ്സ് സംഭവിച്ച കഥ കേട്ടിട്ട് ആനന്ദം കൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്ക് ക്രിസ്ത്യാനിത്വം പോകരുത്. അന്ന് യേശു ജീവിച്ചതെങ്കിൽ ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ. ഇന്ന് അവൻ നിന്നിലൂടെ ജീവിക്കാൻ വേണ്ടി, എൻ്റെ ഈ കേൾവിക്കാരായ നിങ്ങളിലൂടെ. നിങ്ങളൊരു പക്ഷേ ഒരു ഹൗസ് വൈഫായിരിക്കും, നിങ്ങളൊരു ഫാക്ടറി ജോലി ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു ഓഫീസ് ജോലി ചെയ്യുന്ന ആളായിരിക്കാം. നിങ്ങളിലൂടെ ഈ തലമുറയിൽ ക്രിസ്തു വെളിപ്പെടണം.
പഴങ്കഥ പറയാൻ നമുക്ക് സമയമില്ല. കൂനിയായ സ്ത്രീയുടെ കഥ എത്ര വർഷം നമ്മൾ പ്രസംഗിക്കും? ഇതുകൊണ്ടാണ് നമ്മളെ ആളുകൾ പരിഹസിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ആക്ഷേപമായി മാറുന്നത്. ആക്ഷേപമായി മാറുക ജനങ്ങളുടെ മുന്നിൽ നാണക്കേടാണ്. സോ പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കണം. ആരെയും കാണിക്കണ്ട. പ്രാർത്ഥിക്കുന്നൊരു തലമുറ എഴുന്നേക്കണം. ദാഹമുള്ളൊരു തലമുറ എഴുന്നേക്കണം. ദാഹമുള്ളൊരു തലമുറ എഴുന്നേക്കണം. വാശിയുള്ളൊരു തലമുറ എഴുന്നേക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് കോപം വരുന്നുണ്ട്? എനിക്ക് കോപമുണ്ട്. എനിക്ക് 100% കോപമുണ്ട്. ഐ എം എ ഫെറോഷ്യസ് പേഴ്സൺ. എനിക്ക് പരാജയം കാണുമ്പോൾ കോപമുണ്ട്. എനിക്ക് കബളിപ്പീര് കാണുമ്പോൾ കോപമുണ്ട്. എനിക്ക് ദൈവസഭ ലോകത്തിന് മുമ്പിൽ പരസ്യകോലമാണെന്ന് കാണുമ്പോൾ ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. റൈസ് അപ്പ് ആവണം. റൈസ് അപ്പ് ആകണം. ദി കിങ്ഡം ഓഫ് ഗോഡ് ഇവിടെ വരും. യേശു പറഞ്ഞ പ്രാർത്ഥന നിവൃത്തിയാവും. നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. അത് പ്രാർത്ഥിച്ച് ചുമ്മാതെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് പോയതല്ല. അത് സംഭവിക്കേണ്ടത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. സംഭവിക്കേണ്ടത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം, യേശു അപേക്ഷിക്കാൻ പറഞ്ഞ വിഷയം ഭൂമി സംജാതമാകുന്ന ഞാൻ 100% വിശ്വസിക്കുന്നു. The 40 days എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നത്, the next ഇന്ന് മുതലുള്ള ദിവസം 40 days, take it as a days of refinement. 100% കഴുകണം. വർഷങ്ങൾക്ക് മുമ്പ് വന്ന ക്ലാവുകൾ, അനേകം നാളുകൾക്ക് മുമ്പ് വന്ന തിന്മകൾ, എല്ലാത്തിനെയും കഴുകണം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം എന്നെ ഉപയോഗിക്കും എന്ന് നീ ചിന്തിച്ചിരുന്ന് നീ ചാകത്തേ ഉള്ളൂ. ഞാൻ ബൈബിളിൽ കണ്ടത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കണ്ടത് തമ്പുരാൻ്റെ കൂടെ നടന്ന വിശുദ്ധന്മാരാണ് ദൈവത്തെ ഉപയോഗിച്ചത്. ദൈവം ഉപയോഗിക്കുന്നു എന്നത് കാത്തിരിക്കണ്ട, ദൈവത്തെ ഉപയോഗിക്കണം. ആഹാബിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് ഏലിയാവാണ് പറഞ്ഞത്. ഏലിയാവ് പറഞ്ഞു, ദൈവം അങ്ങനെ ചെയ്തു. ആകാശത്തുനിന്ന് തീയിറക്കുന്ന ദൈവമാണ് സത്യദൈവമെന്ന് തെളിയട്ടെന്ന് ഏലിയാവ് പറഞ്ഞു, ദൈവം ചെയ്തു. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവം എന്നെ ഉപയോഗിക്കണം. ദൈവം നിന്നെ ഉപയോഗിക്കില്ല. നീ ആദ്യം ദൈവത്തിൻ്റെ കൂടെ നടക്കണം. നീ ദൈവത്തെ ഉപയോഗിക്കണം. അത് നിന്റെ കാര്യസാധ്യത്തിനല്ല. ആ ദൈവത്തെ ഉപയോഗിക്കുമ്പോൾ ആദ്യം നീ അറിയേണ്ടത്, ഞാനത് വലിയ വിഷയമാണ്, ഒരു വാക്ക് പറയാം. യേശു പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ഞാൻ സ്വതവേ ചെയ്യുന്നില്ല. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ സ്വതവേ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അർത്ഥം എന്താ? ഓരോ രാത്രിയിലും ശിഷ്യന്മാർ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ മലമുകളിൽ കയറിപ്പോകുന്ന യേശുക്രിസ്തു ചെയ്ത കാര്യം അസെൻഡിങ് പ്രയർ എന്ന് പറയും. അസെൻഡിങ് പ്രയർ എന്ന് ഒന്നുണ്ട്. അതായത് മലമുകളിലായിരിക്കുന്ന, പക്ഷേ ഈസ് അസെൻഡിങ് ടു ഹെവൻ ആൻഡ് സീയിങ് വാട്ട് ദ ഫാദർ ഗോഡ് ഈസ് ഡൂയിങ് ആൻഡ് ഹി ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് കോപ്പിയിങ് ഇറ്റ്. അതാ യേശു ചെയ്തത്. നാളെ നടക്കേണ്ട അത്ഭുതം ഇന്നേ പോയി ഉയരത്തിപ്പോയി ദൈവപിതാവിൻ്റെ അടുക്കുന്ന കണ്ടു. അതാണ് ആ അസെൻഡിങ് പ്രയർ. അത് പിതാവ് ചെയ്ത് കാണുന്നത് അത്രേ പുത്രൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഇനിയും നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല. ദൈവം നിങ്ങളെ അസെൻഡിങ്ങിൽ കൊണ്ടുപോകാം. നിങ്ങളെ കൊണ്ടുപോകാൻ പോകാം മുകളിലോട്ട്. നിങ്ങൾ മുകളിൽ പോയി കണ്ടു വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് മരിച്ചിട്ട് കണ്ണിമിക്കുന്നിടെ പോയിട്ട് വരുന്ന കഥയല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജനറേഷൻ വേണം. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കണം. പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. ഇതൊരു അസെൻഡിങ് പ്രയറിന് വേണ്ടി ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണ്. ഒരു പക്ഷേ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കാനിരിക്കും. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് യു വിൽ നോട്ട് ബി ദെയർ. You will be in heaven. You will talk to God. See the things. Ascending prayer. ആരോഹണ പ്രാർത്ഥന. ഉയരത്തിച്ചെന്ന് സാഹചര്യങ്ങൾ കണ്ട് അതിവിടെ വേണം. That is, you are using God because you are
co-worker of God. You are working with God. ദൈവം എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയും ദൈവം നമ്മളെ റിലേഷൻഷിപ്പ് ഇല്ലാതായി പോയി. കാരണം എന്താ? നീയും ക്രിസ്തുവും ഏകാത്മാവിലാണ്. യു ആർ വൺ സ്പിരിറ്റ്. കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സായി മാറും. സോ വാട്ട് എവർ ദ തിങ്സ് യു ആർ ഡൂയിങ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്. ഒരു മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ആരും കഴിവില്ലാതെ ഭൂമി പിറന്നവരല്ല. എല്ലാവർക്കും പൊട്ടൻഷ്യലുണ്ട്. എല്ലാവർക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അസാധാരണമായ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റർ ഇത് ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ സഭയിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭാര്യ ഇതുവരെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രവാചകനെ പോലെ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ അസാധാരണ പൊട്ടൻഷ്യലുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ അസാധാരണ എബിലിറ്റി ഉണ്ട്. ഇത് പറയുമ്പോൾ ഇത് സംഭവിക്കും. ഇത് പറഞ്ഞാലേ ഇത് പുറത്തു വരത്തുള്ളൂ. കാരണം യേശു പിതാവായ ദൈവം 31 പറഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. പറഞ്ഞാലേ സംഭവിക്കത്തുള്ളൂ. മനസ്സിൽ ഇമാജിനേഷൻ അകത്തിരിക്കുന്നത്, സൃഷ്ടി അകത്ത് നടക്കുകയാണ്. ഇമാജിനേഷനിലുണ്ട്. ഇമാജിനേഷൻ ഒരിക്കലും ക്രിയേഷൻ ആകണമെങ്കിൽ സംസാരിക്കണം. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് എൻ്റെ മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും നല്ലൊരു കൂട്ടം ആളുകളുടെ സ്വപ്നമായത്, നിങ്ങളുടെ ഡ്രീമായത്, നിങ്ങളുടെ ഡ്രീമായത്. God is going to rise a powerful generation without any guilt, valuable generation, refined generation. They don't have any connections with the malfunction of the world. They won't be connected with the filthiness of the world. They are going to move in the power of God. I'm telling you, God എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ അകത്ത് കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ മെസ്സേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറക്കം വരത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് ചിലർക്ക് ഉറക്കം വരത്തില്ല. ഡയറക്റ്റായി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുക. കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുക. നമുക്കത് വേണം. ഒരു അസെൻഡിങ് പ്രയറിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ. അന്ന് ജീസസ് അന്ന് പത്മോസിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ യോഹന്നാന് കിട്ടിയില്ല ഒരു അസെൻഡിങ് ലൈഫ്. ദാറ്റ്സ് എ അസെൻഡിങ് പ്രയർ. ബിക്കോസ് ഇരിക്കുന്നത് പത്മോസിലാണ്, പക്ഷെ ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുകളിലായി. ദാറ്റ് ഈസ് ദ പ്രയർ ഓഫ് അസെൻഡിങ് പ്രയർ. Hallelujah. Hallelujah. So the world is waiting for the manifestation of the sons of God. ഞാൻ വാക്കുകളെ നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വരാം. ആ കർത്താവിൻ്റെ ദാസൻ അമേരിക്കക്കാരൻ 21 ദിവസം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവന് പ്രത്യക്ഷനായി. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗത്തിന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗിച്ച ആളിങ്ങനെ പറഞ്ഞു. ഞാൻ ഇന്ന് ഈ പറഞ്ഞതുപോലെ അന്ന് ആ ആളിങ്ങനെ പറഞ്ഞു, once you see Jesus face to face, you cannot be the same again. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഒരിക്കൽ യേശു ക്രിസ്തുവിനെ നീ മുഖാമുഖമായി കണ്ടാൽ നിനക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാരൻ ഇത് കേട്ടതാ. അത് ദൈവത്തോട് പറഞ്ഞു, ലോർഡ്, ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം യേശുവിനെ കണ്ടാൽ പിന്നെ പഴയ ആളായിട്ടിരിക്കാൻ പറ്റില്ലെന്ന്. സോ ഐ വോണ്ട് ടു സീ യു ലോർഡ് ജീസസ്. എന്നെ ആരൊക്കെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു അവർ എന്നെ കണ്ടെത്തും. പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കർത്താവ് സ്നേഹിച്ച് തൻ്റെ അഭിഷേകം കൊണ്ട് നിറച്ചു. ഇവരുടെ പേരാണ് T.L. Osborn ആൻഡ് ഡെയ്സി ഓസ്ബോൺ. നിങ്ങൾക്കറിയാമായിരിക്കും, ആഫ്രിക്ക കണ്ട ഏറ്റവും ശക്തനായ ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റ് T.L. Osborn ആണ്. He saw the Lord Jesus face to face. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് മീറ്റിങ്ങിൽ 105 മുടന്തന്മാർ അവരുടെ ക്രച്ചസ് എടുത്ത് ദൂരെ എറിഞ്ഞ് നടന്നു.
105 മുടന്തന്മാർ, 95 ജന്മനാ കുരുടന്മാർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ സൗഖ്യമായി. ഇത് വായിക്കുമ്പോൾ കരയും നമ്മൾ. എൻ്റെ രാജ്യം, എൻ്റെ ഭാരതത്തിൽ, 130 കോടി ജനമുള്ള ഭാരതത്തിൽ, 33 കോടി ദേവന്മാരും ദേവതമാരുമുള്ള ഭാരതത്തിൽ ഈ ക്രിസ്ത്യാനിത്വം ഭൂമിയിൽ ഉരുവാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാരതത്തിൽ ഇതിൽ കുറഞ്ഞ ഒരു മിനിസ്ട്രി ഇനി സ്വപ്നത്തിൽ പോലും നമ്മൾ കണ്ടിട്ട് പ്രയോജനമില്ല. God used that man. അത്ഭുതമായിട്ട് ഉപയോഗിച്ചു. ഞാനത് ഇന്ന് ഞാൻ ചലഞ്ചായിട്ട് പറഞ്ഞത്, ഇത് കേരളത്തിൽ സംഭവിക്കും. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ സംഭവിക്കും. ഇത് നിങ്ങളിൽ സംഭവിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു കല്ലറ കൊണ്ട് കാട്ടിച്ചിട്ടല്ല നമ്മൾ യേശു ഉയർത്തെഴുന്നേറ്റ് തെളിയിക്കേണ്ടത്. അപ്പോസ്തലന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ച് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി. സാക്ഷി എന്ന് പറഞ്ഞാൽ അക്ഷി കൊണ്ട് വീക്ഷിച്ചെന്ന് പറഞ്ഞത് മാത്രമല്ല, അവർ അത് പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ടൊരു ജനറേഷൻ എഴുന്നേൽപ്പിക്കുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ട്. അതിനായിട്ടാണ് ഞാൻ അതിൻ്റെ തുടക്കം, അതിൻ്റെ പ്രൈമറി സ്റ്റേജിലാണ് 40 days of refinement എന്ന ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള പ്രാർത്ഥനാ സമയത്തെ വേർതിരിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അനേക ചെറുപ്പക്കാർ ഓൾറെഡി ഇതിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വസ്തുത കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ജസ്റ്റ് സ്പെൻഡ് 5 hours in tongues. 24 മണിക്കൂറിൽ ഒരു 5 മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പറയാനായിട്ട് വേർതിരിക്കുക. 30 അധ്യായം വായിക്കാൻ 1.5 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. 30 അധ്യായം ഡെയിലി വായിക്കുക. ഇത്രയും മാത്രം ചെയ്യുക. കൂടുതൽ നിങ്ങൾ സംസാരിക്കരുത്. ആവശ്യമില്ലാത്ത അനാവശ്യമായ ഗോസിപ്സിൽ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ മൈൻഡിനെ കറപ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോസ് നിങ്ങൾ കാണാൻ പോകരുത്. ക്ലെൻസ് യുവർ മൈൻഡ്. ഞാൻ പിന്നെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. ഡയറ്റ് നിങ്ങൾക്ക് നല്ല വിത്തൗട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത ആഹാരം, വെജിറ്റബിൾ, നല്ല പ്രോട്ടീൻ ഉള്ളത്, അല്പം ഫാറ്റൊക്കെ ഉള്ളത് കഴിക്കാം. കാർബ്സ് മാക്സിമം ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിനും കൂടെ വേണ്ടിയാണ്. ടേക്ക് 1 time മീൽ എടുക്കുക. പ്രാർത്ഥനയ്ക്കായി തയ്യാറാകുക. ഞങ്ങൾ ആരംഭിക്കുന്നത് ഏർലി മോർണിംഗ്. ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഇന്നലെ വരെ സംസാരിച്ചവരെല്ലാം സ്റ്റാർട്ടിങ് ഫ്രം ഏർലി മോർണിംഗ് 3 o'clock 3 മണിക്ക് ആരംഭിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ജോയിൻ ആകാം. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ജോയിൻ ആകാം. ആരും അറിയണ്ട, ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കുക. 40 days കഴിഞ്ഞിട്ട് നിങ്ങളിൽ മാറ്റമില്ലെങ്കിൽ, ഇതുപോലെ ഇത് ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ, നമുക്ക് അന്ന് മിനിസ്ട്രി അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ട. എന്തിനാണ് വേസ്റ്റ് ആകുന്നത്? കാരണം ഒരായുസ് മൊത്തം കൊണ്ട് കളയേണ്ട ആവശ്യമില്ല. ഇൻറ്റൻസീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. I'm talking to the young people. I'm talking to the next generation. I'm talking to the people, those who are the burning heart ഉള്ളവരോട് ഞാൻ സംസാരിക്കുകയാണ്. ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള, മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഉന്നതമായ ക്രിസ്ത്യാനിത്വം ഈ രാജ്യത്ത് കാട്ടിക്കൊടുത്തേ പറ്റൂ. ഇനി ഞാൻ വിമർശനത്തിനില്ല. ഒരു സഭയെ വിമർശിക്കാനില്ല, ഒരു സമൂഹത്തെ വിമർശിക്കാനില്ല. എല്ലാം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുക. I don't want to criticize anybody. Stop it forever. കാരണം വിമർശിച്ചിട്ട് കാര്യമില്ല. അവരുടെ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് എനിക്ക് കാര്യമില്ല. കാരണം തെളിയിച്ചാലും എൻ്റെ പുറത്തുള്ള ജനം യേശുവിനെ അംഗീകരിക്കുന്നത് ഞാൻ തെളിയിച്ച ഉപദേശം കൊണ്ടല്ല. യേശുവിനെ ജനം അറിയാൻ പോകുന്നത് യേശു ഇന്ന് ജീവിക്കുന്നതിൻ്റെ തെളിവായി അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. നമുക്ക് ഒരുമിച്ച് അന്യോന്യം സ്നേഹത്തിലും ദൈവകൃപയിലും മുമ്പോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ പറയണമെന്നുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം മുതൽ എനിക്ക് ദൈവം തന്നേക്കുന്ന ചിന്തകൾ ഞാൻ കൈമാറാം. എനിക്കറിയാം ഓരോ ദിവസവും നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങളോടും ദൈവം ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ പ്യൂരിഫൈ ചെയ്യും. നിങ്ങളെ ഒരു ഉലയിൽ എടുത്തിട്ട് ആ പൊന്നിനകത്ത് കീടം കളയുന്ന പോലെ ദൈവം നിങ്ങളെ കളഞ്ഞ് നിങ്ങൾ ആള് മാറിയവരെ പോലെ പുറത്തു വരും. കർത്താവ് അത് ചെയ്യുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ട്. ഞാനിത് വെറുതെ പറയുകയല്ല.
എൻ്റെ അകത്ത് ദൈവം നൽകിയ ഒരു വലിയ നിയോഗത്തിൻ്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് എഴുന്നേക്കണം. All the creations are waiting for the groaning, waiting for the manifestation of the sons of God. All creations are groaning. Can you hear? Can you hear the groaning of the creations? Corona. നമ്മൾ പറയുന്നത് corona. You know what is that? Corona is the frequency, is the voice of the creation. Is the voice of the creation. ഈ കൊറോണ സൃഷ്ടിയുടെ ഞരക്കത്തിൻ്റെ ഭാഗമാണ്. ബിക്കോസ് ക്രിയേഷന് ലിബർട്ടിയിലേക്ക് വരാൻ വേണ്ടി ഗ്രോൺ ചെയ്യുകയാണ്. സൃഷ്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ, ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തെ പോകാൻ. The creations are waiting. They cannot hold on. എന്തിനാ അവർ വെയിറ്റ് ചെയ്യുന്നത്? You and me, the sons of God, has to rise up. പുത്രന്മാർ, ദൈവപുത്രന്മാർ വെളിപ്പെടാൻ വേണ്ടി സൃഷ്ടിജാലങ്ങൾ കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. So expect the ascending prayer, expect the visitation of the angels, expect the visitation of Jesus Christ. ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല. തോറ്റിരിക്കുക, പരാജയപ്പെട്ടിരിക്കുക. ഇന്ന് നമ്മുടെ ശബ്ദകോലാഹലം കൊണ്ട് നമ്മൾ ജയിക്കത്തില്ല. ഓൾറെഡി come to the last stage. This is a time to rise up. And I'm just motivating. This is not only a motivational talk. This is a talk from my heart. Creations are waiting for the manifestations. Let's time spend. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സമയത്തെ ഒരുക്കാം. താങ്ക് യു. ഇതിനകത്ത് അതിനുവേണ്ടി റെഡിയാവുന്ന സഹോദരന്മാരെ ഓർക്കുന്നു. ജസ്റ്റിൻ, ജോസഫൈൻ, സുജിത് ബ്രദർ, ജോൺ മില്ലർ, എവ്രിബഡീസ് റെഡിയാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിൻ്റെ ആ ഒരു ലീഫ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതിനകത്ത് നോക്കുക. ജസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. നമ്മൾ എത്ര ആയിരം ദിവസങ്ങൾ കഴിഞ്ഞു, എത്ര വർഷങ്ങൾ വെറുതെ കളഞ്ഞു. Let us wait upon the Lord and ask the Lord. അതുപോലെ തന്നെ let us pray for the rising of fathers. നമുക്ക് പിതാക്കന്മാർ ആവശ്യമുണ്ട്. I want to be the father. ഞാനും വിശ്വസിക്കുന്നു എന്നേക്കാൾ താഴെയുള്ള കുറേ പേർക്ക് ഒരു ഫാദർ ഹാർട്ടോടെ നിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. I want to be like that. I want to hear the failures of my sons. എൻ്റെ കുറ്റം കേൾക്കാൻ എനിക്ക് ആൾ വേണം. എൻ്റെ നല്ലത് കേൾക്കാൻ മാത്രം പോരാ. എനിക്ക് പറ്റിയ അബദ്ധം, എനിക്ക് പറ്റിയ പരാജയം തുറന്നു പറയാൻ ആൾ വേണം. തുറന്ന് പറയണം. നമ്മളിത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. കൊണ്ട് നടന്ന് നമുക്ക് എത്ര നാൾ നമുക്ക് വിശുദ്ധിയുടെ വേഷം കിട്ടാൻ പറ്റും? ഓപ്പണപ്പ് ആവാൻ നമുക്ക് ആൾ വേണം. നമുക്ക് നമ്മുടെ പരാജയം പറയാൻ നമുക്ക് ആരും എനിബഡി ഹിയർ? നോബഡി. അപ്പോൾ എനിക്കൊരു തോൽവി പറ്റി, എനിക്കൊരു വീഴ്ച പറ്റി എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടെംപ്ടേഷനുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു ടെംപ്ടേഷൻ, എനിക്ക് ഇങ്ങനൊരു ടെംപ്ടേഷനാണ് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നാട്ടിൽ? ആരോട് പറയും? എനിക്കറിയാം എത്ര കുഞ്ഞുങ്ങൾക്ക് വിഷമമുണ്ടെന്ന്, എത്ര പേര് പരാജയത്തിലാണെന്നറിയും. നോബഡി ഈസ് ഹിയർ ടു ഓപ്പൺ അപ്പ്. നമുക്ക് തുറന്ന് പറയാൻ ആളില്ല. വിശ്വസിക്കാൻ പറ്റുന്ന ആരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും? So this is a challenge. We are going to read the Bible, all the Bible within the 40 days, and we are going to spend around 200 hours in the prayer. Wow, 200 hours ഒക്കെ നിങ്ങൾ ടങ് ടോക്ക് ചെയ്ത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ 250 അടി ഹൈറ്റിലാവും. എത്ര മണിക്കൂർ നമ്മൾ കളഞ്ഞു. നിങ്ങളുടെ ബോഡിയും
നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും ഒരുപോലെ റിഫ്രഷാവും. ഞാൻ വിശ്വസിക്കുന്ന മോസസ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ നിങ്ങളുടെ മുഖം മാറും, നിങ്ങളുടെ വാക്കുകളിൽ ശക്തി വെളിപ്പെടും. അലറിക്കൂയി, ഞാൻ ഈ ഇപ്പം പഠിച്ചൊരു കാര്യം, അലറിക്കൂയി ഇനി പ്രസംഗിക്കരുത്, ആവേശം ഉണ്ടാക്കി പ്രസംഗിക്കരുത്. ആവേശപ്രസംഗങ്ങളെല്ലാം നിർത്തണം. അഭിഷേകത്തോടെ പെതുക്കെ നിന്നാൽ മതി. നമ്മുടെ വാളിന് മൂർച്ചയുണ്ടെങ്കിൽ ഒത്തിരി കട്ടിയില്ലാതെ നമുക്ക് മരങ്ങളെ മുറിച്ചിടാം. ഈ ഒരുപാട് നമ്മൾ ആയിക്കേണ്ടി വരുന്നത് നമുക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട്. സൗണ്ട് കുറച്ച് പ്രസംഗിക്കണം, ബഹളം വെക്കാതെ പ്രസംഗിക്കാൻ മൂർച്ചയുള്ള നല്ല 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 ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന സിസേറിയൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ കത്തി പോലെയുള്ള അത്ര കത്തി വേണം. ജസ്റ്റ് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വിടാൻ അതുപോലെ ഇരിക്കണം ഓരോരുത്തരുടെ വായി. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വേൾഡിൻ്റെ മിമിക്രി ഒന്നും കാണാൻ പോകരുത്. ദൈവത്തെ ഇത് കാണരുത്, പ്ലീസ്. നിങ്ങൾ കാണരുത്. നിങ്ങളുടെ മൈൻഡ് പൊല്യൂട്ട് ആക്കരുത്, ഷാർപ്നെസ് കളയരുത്. കാരണം അതിനകത്ത് എപ്പോഴും ഒരു ജാള്യതയാണ്, അതിനകത്ത് ഒത്തിരി വേൾഡി സംഭവം. അത് കാണാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ കാണരുത്. കോമഡികൾ മേലാ നിങ്ങൾ കാണരുത്. നമ്മൾ തമാശയ്ക്ക് കാണരുത്. നിങ്ങളുടെ മൈൻഡിനെ പൊല്യൂഷനാക്കും, നിങ്ങളുടെ അഭിഷേകത്തെ ദൂരെ കളയും. കാരണം നിങ്ങൾക്ക് ദൈവത്തിൽ പിന്നെ സന്തോഷിക്കാൻ തോന്നത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ആരാധനയിൽ സന്തോഷിക്കാൻ പറ്റാത്തത് നമ്മൾ കോമഡിയിൽ സന്തോഷിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വേൾഡ്ലി ഇത് കാണരുത്, പ്ലീസ്. ഈ ദിവസങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങളെന്നെ ലീഗലിസ്റ്റ് എന്ന് വിളിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കലും കാണരുത്. അത് എന്നേക്കുമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചേക്കണം. പിന്നെ ഈ ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങൾ ഒൺസിനെ ഒരിക്കൽ നമ്മൾ എനിക്കൊന്ന് നമ്മുടെ സ്ക്രീൻ ടൈം, നമ്മുടെ ഫേസ്ബുക്ക് ടൈം മാക്സിമം ഒരു 5 മിനിറ്റ് കൂടുതൽ നമ്മൾ കൂടുതൽ ഫേസ്ബുക്കിലേക്ക് പോകരുത്. ഒരു ദിവസം ഒരു 10 മിനിറ്റോ മാക്സിമം അത് കാണാനോ അതിനകത്ത് മെസ്സേജ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കി ടൈമൊന്നും നമ്മളതിലേക്ക് പോകരുത്. ഇപ്പോൾ ഇത് ലൈവ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത ഇത് ചെയ്യാനായിട്ട് നമ്മൾ പോകരുത്. ഡോണ്ട് ഗോ ആഫ്റ്റർ ദാറ്റ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ടെലഫോണിൽ ആളുകളോട് കൂടുതൽ സംസാരിക്കാൻ പോകരുത്. ഇതൊക്കെ ഞാൻ എൻ്റെ സഹോദരന്മാരോട് ഞാനങ്ങ് പറയുന്ന പോലെ അങ്ങ് പറയുക കേട്ടോ. നിങ്ങൾ തെറ്റായിട്ട് ധരിക്കല്ലേ, സ്നേഹം കൊണ്ട് അങ്ങ് പറയുക. കൂടുതൽ ടോക്കിന് പോകരുത്. ആരെങ്കിലും വിളിച്ചാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗോസിപ്സുകൾ പറയാൻ പോകരുത്. ആരുടെയും കുറ്റങ്ങൾ കേൾക്കാൻ പോകരുത്. ഒന്നിനും നമ്മൾ പോകരുത്. ഈ ദിവസങ്ങളിൽ പഥ്യത്തോടെ നമ്മൾ ഇച്ചിരി പവിത്രതയോടെ നമ്മളെ തന്നെ റിഫൈൻ ചെയ്യണം. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മൈൻഡ് റിഫൈൻഡ് ആവും. നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് മാറും. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2000 എനിക്ക് ഏകദേശം ഒരു 20 വർഷത്തിന് മുമ്പ് ബറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഞങ്ങളായിരുന്നു ആദ്യത്തെ ആ കാലഘട്ടത്തിലെ സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ ഞാൻ പോകുമ്പോൾ 98 പോകുമ്പോൾ അന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു, രീതിയായിരുന്നു ഇത്. ഇതിപ്പം എനിക്കിപ്പം നിങ്ങളെ എല്ലാവരും എൻ്റെ ഒരു സ്ഥലത്ത് വിളിച്ചിരുത്തില്ല. സോ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ലെറ്റസ് പ്രാക്ടീസ് ദീസ് ഓൾ. നമുക്ക് ഡിസിപ്ലിൻ അവസൽസ്, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. വേറൊരു കാര്യം പറയാം, നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. നല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. ബൈബിൾ വായിക്കുക. നല്ല ജ്ഞാനം നിങ്ങൾ സമ്പാദിക്കുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഷാർപ്പണാക്കുക, നിങ്ങളുടെ നാവിനെ ഷാർപ്പണാക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സോ വി ആർ ഓൾറെഡി സ്റ്റാർട്ടഡ് അവർ ജേണി ഫ്രം ദ മിസ്റ്റിക്കൽ ജേണിയാണ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവദൂതനെ കണ്ടെങ്കിൽ, യേശുവിൻ്റെ പ്രത്യക്ഷത കണ്ടെങ്കിൽ, ഒരു വെളിപ്പാട് കണ്ടെങ്കിൽ, ഒരു സ്വർഗീയ ദൂത് നിങ്ങൾ പ്രാപിച്ചെങ്കിൽ, നിശ്ചയമായിട്ടും അത് എക്സാജറേറ്റ് ചെയ്തല്ല, അങ്ങനെ സത്യസന്ധമായിട്ട് സംഭവിച്ചെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദൂതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. സർവശക്തിയുള്ള ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇനി കൂടുതൽ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു, വന്ദനം അറിയിക്കുന്നു. നമുക്ക് കൂടുതൽ കർത്താവിൻ്റെ കൂടെ നടക്കാം. ഈ ദാരിദ്ര്യമുള്ള പഞ്ഞം വന്നേക്കുന്ന ക്രിസ്ത്യാനിത്വത്തിൽ ലോകത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ കാട്ടിക്കൊടുക്കാൻ നമുക്ക് എഴുന്നേക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ. ഇതിൽ എന്നോട് ജോയിൻ ചെയ്ത എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം പറയുന്നു. ഒത്തിരി പേരുണ്ട്, ധാരാളം സഹോദരങ്ങളുണ്ട്. എല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ യാത്രയിൽ ഇതിനോടുള്ള ബന്ധത്തിലുള്ള ടീച്ചിങ്സ് ആയിരിക്കും നമ്മളിങ്ങനെ 40 ദിവസവും പോകുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കുകയും പരസ്പരം നമുക്ക് ദൈവസ്നേഹത്തിൽ തുടരുകയും ചെയ്യാം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തോടൊപ്പം സമയം ചെലവിടുക. ഞാൻ പറഞ്ഞല്ലോ, ആക്ഷേപങ്ങളിലേക്ക് പോകരുത്.
ക്രിറ്റിസിസമേ ചെയ്യരുത്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യണ്ട. എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ സ്നേഹിക്കുക. കള്ളങ്ങളും ഒത്തിരി കാണുമായിരിക്കും, എല്ലാം വിട്ട് കളഞ്ഞേക്കുക. എല്ലാ ക്രിറ്റിസിസം അവസാനിപ്പിക്കുക. എവ്രിതിങ് എല്ലാം പൊട്ടത്തെറ്റായിരിക്കും, വിട്ട് കളഞ്ഞേര്, എല്ലാം വിട്ടേര്. നമ്മൾ നമ്മുടേതായ ലൈഫിനെ സൂക്ഷിക്കുക. നമ്മൾ ആക്ഷേപിക്കുന്നതോറും നമ്മുടെ ബന്ധനമാണ് മുറുകി പോകുന്നത് പരിഹാസികളാകുമ്പോൾ. സോ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു ജീവിതത്തിലേക്ക് കൃപയുടെ നാഥൻ നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർ എനിക്കൊരു മെസ്സേജ് അയക്കണം. ഇൻബോക്സിൽ വന്ന്, എൻ്റെ ഇൻബോക്സിൽ നിങ്ങൾ വന്ന് ഞാൻ ഓൾസോ ജോയിനിങ് എന്ന് പറയുമെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് തരാം. ഹല്ലേലൂയ. എനിവേ, എൻ്റെ ഉള്ളിൽ നൽകിയൊരു വെളിച്ചം ഇത് വളരെ പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ. ഐ ക്യാൻ ഫീൽ ഇറ്റ്. കമ്മിങ് ഡേയ്സ് ലെറ്റ്സ് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് കാണാം.